89.6 FM Sargakshetra SK Hotspot. Hi, hello, namaskaram. Welcome to SK Hotspot only on Sargakshetra 89.6 FM. കാതോറും കരുതലായി കാലത്തിനൊപ്പം അന്നെയാണ് കൂടെയുള്ളത് കേട്ടോ. അങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ സൺഡേയിലേക്ക് നമ്മൾ വരുമ്പോൾ നമ്മുടെ കൂടെ ഒരു സ്പെഷ്യൽ ഗസ്റ്റ് അത് നിർബന്ധമാണല്ലേ. എന്തായാലും ഇന്നത്തെ SK ഹോട്ട്സ്പോട്ട് കുറച്ചൊന്ന് മ്യൂസിക്കൽ ചാറ്റ് ആവാനുള്ള എല്ലാ സാധ്യതയുണ്ട്. അതുകൊണ്ട് പാട്ടും കേട്ട് വിശേഷങ്ങളും കേട്ട് നമുക്ക് ചില്ലായിട്ടുള്ള ഒരു ചാറ്റിലേക്ക് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് എൻ്റർ ചെയ്യാം. എന്തായാലും എൻ്റെ കൂടെ ഇന്ന് ജോയിൻ ചെയ്തിരിക്കുന്നത് പ്ലേ ബാക്ക് സിംഗർ നിതിൻ കെ ശിവയാണ്. ഹായ് നിതിൻ, വെൽക്കം ടു ദി ഷോ. ഹായ് അന്ന, താങ്ക് യു ഫോർ ഹാവിംഗ് മീ. ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. കാരണം ഒരു സ്പെഷ്യൽ സോങ് ഇറങ്ങിയതിന് ശേഷം ഞാൻ സംസാരിക്കണം എന്ന് വിചാരിച്ച ഒരു വ്യക്തി തന്നെയാണ് നിതിൻ. പക്ഷെ കുറച്ച് ലേറ്റ് ആയെങ്കിലും നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് തന്നെ സംസാരിക്കാൻ പോവാണ്, നമ്മുടെ സൂപ്പർ സ്റ്റാറിന്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ. അതെ താങ്ക് യു, എന്തായാലും ഒരുപാട് സന്തോഷം. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ഈ പറഞ്ഞു വരുന്ന പാട്ടിനെ പറ്റി ആക്ച്വലി അത് തന്നെയാണ് നമ്മുടെ മെയിൻ ഒരു വിഷയം. നിതിനെ പറ്റി പറയുകയാണെങ്കിൽ ആ പാട്ടിനെ പറ്റി പറയാതിരിക്കാൻ പറ്റില്ല അല്ലേ. സോ ഇപ്പൊ ഈ പലരുടെയും ലൈഫിലെ ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ഈ 10ാം ക്ലാസ് +2 എന്നൊക്കെ പറയുന്നതായിരിക്കും. നമുക്ക് അതാണ് കൂടുതൽ ഫെമിലിയർ ആയിട്ടുള്ളൊരു ഒരു യൂസേജ്. പക്ഷേ നിതിൻ്റെ ലൈഫിൽ ഒരു ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത് പൂമാനമേ എന്ന് പറയുന്ന പാട്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവോ? ഇല്ലില്ല, അങ്ങനെയൊന്നും ഞാൻ പറയില്ല. ലൈഫിൽ ഒരുപാട് ഇതുപോലെ ടേണിംഗ് പോയിന്റ്സ് നമുക്ക് ഉണ്ടാവും. അതിൽ ഒരെണ്ണം മാത്രമാണെന്ന് എനിക്ക് അങ്ങനെ തോന്നിയിട്ടുള്ളൂ. ഓക്കെ, അപ്പോ ഇനിയും കുറേ അധികം ടേണിംഗ് പോയിന്റ്സിന് വേണ്ടി വെയിറ്റിംഗ് ആണോ നിതിൻ? അതെ ഉറപ്പാണ്. പിന്നെ നമ്മൾ അതിനു വേണ്ടിയിട്ടുള്ള വർക്കിങ്ങും കാര്യങ്ങളൊക്കെ തന്നെയാണ് തുടർന്നും നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ ഒരു വലിയ ബ്രേക്ക് കിട്ടിയെങ്കിലും അതിനുശേഷം ഒരു പാട്ട് കൊണ്ട് നിങ്ങളുടെ അടുത്തേക്ക് വരിക എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഒരു ടാസ്ക് ആയിട്ട് ഇപ്പൊ നിൽക്കുന്നത്. അപ്പൊ അതിന്റെ പരിപാടികളിലാണ് ഞാൻ. കൊള്ളാം. എന്തായാലും നമ്മൾ ഹോൾ സോഷ്യൽ മീഡിയയിലൂടെ ഇതൊക്കെ കാണുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ വെയിറ്റിംഗും ആണ് കേട്ടോ പുതിയ പ്രൊജക്ട്സിന് വേണ്ടി. താങ്ക് യു. ഓക്കെ, എന്തായാലും നിതിന്റെ ആ ഒരു പൂമാനമേ സോങ് കേട്ടിട്ട് തന്നെ നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാം അങ്ങോട്ട് ഐശ്വര്യമായിട്ട് തിരികൊളുത്തിയാലോ, ഇനോഗ്രേറ്റ് ചെയ്താലോ? ഷുവർ ഞാൻ പൂമാനമേ ഒരു രാഗമേഘം താ, പൂമാനമേ ഒരു രാഗമേഘം താ, കനവായി കണമായി ഒഴുകാൻ ഉയരാനഴകിയലും പൂമാനമേ ഒരു രാഗമേഘം താ. ഷടാ, ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ തരാതിരിക്കും? എന്തായാലും നമുക്ക് റേഡിയോയിലൂടെ ഈ നമ്മുടെ എബ്രഹാം ഓസ്ലർ സിനിമയിൽ നിതിൻ പാടിയിട്ടുള്ള ഒറിജിനൽ വേർഷൻ നമുക്ക് ഇപ്പൊ തന്നെ കേട്ടാലോ? ഓക്കെ, എന്തായാലും പാട്ടും കേട്ട് നമുക്ക് തിരിച്ചെത്താം നിതിന്റെ ബ്യൂട്ടിഫുൾ വിശേഷങ്ങൾ കേൾക്കാനായിട്ട്. സർഗക്ഷേത്ര 89.6 FM SK ഹോട്ട്സ്പോട്ടിന്റെ സമയമാണ്. 89.6 FM Sargakshetra SK Hotspot. അങ്ങനെ പാട്ടൊക്കെ കേട്ട് നമ്മൾ വീണ്ടും നിതിന്റെ വിശേഷങ്ങൾ അറിയാൻ തിരിച്ചെത്തിയിരിക്കുകയാണ്. പ്ലേബാക്ക് സിംഗർ നിതിൻ കെ ശിവയാണ് ഇന്ന് നമ്മുടെ കൂടെ SK ഹോട്ട്സ്പോട്ടിൽ ജോയിൻ ചെയ്തിരിക്കുന്നത്. നിതിൻ, നമ്മൾ കുറച്ച് മുൻപ് പൂമാനമേ പാട്ടൊക്കെ കേട്ടു. ശരിക്കും എബ്രഹാം ഓസ്ലർ എന്ന് പറയുന്ന മൂവിയിൽ നമ്മുടെ മമ്മൂക്ക പറയാണ്, ഓസ്ലർ നിങ്ങൾ പ്രണയിച്ചിട്ടുണ്ടോ? അത് കഴിയുമ്പോൾ നമുക്ക് കേൾക്കാൻ പറ്റുന്ന ഒരു ബ്യൂട്ടിഫുൾ സൗണ്ട് എന്ന് പറയുന്നത് നിതിൻ്റെ ആണ്. ശരിക്കും തിയേറ്ററിൽ ഈ ഒരു എഫക്റ്റോട് കൂടി ഈ ഒരു പാട്ട് കാണുമ്പോൾ ശരിക്കും നമുക്കറിയാൻ പറ്റില്ലല്ലോ എവിടെയാണ് ഈ സിനിമയിൽ ഈ പാട്ട് പ്ലേസ്ഡ് ആവാൻ പോകുന്നത് എന്നുള്ളൊരു അറിവുണ്ടായിരുന്നോ? പ്ലേസ്ഡ് ആവാൻ പോകുന്നുള്ള അറിവുണ്ടായിരുന്നു. ഈ സിനിമയിൽ ആകെ ഒരു പാട്ട് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ആൻഡ് അത് വരുന്നത് ഇതിന്റെ ഒരു ക്രൂഷ്യൽ പോയിന്റിലായിരിക്കും എന്നുള്ളത് എന്റെ അടുത്ത് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. പക്ഷെ തിയേറ്ററിൽ അത് കാണുമ്പോൾ ഉള്ള എക്സ്പീരിയൻസ് അതൊന്ന് വേറെ തന്നെയായിരിക്കുമല്ലോ. അതെ ഉറപ്പായിട്ടും. കാരണം ഞാൻ ആദ്യമായിട്ടല്ലേ എന്റെ സൗണ്ട് തിയേറ്ററിൽ കേൾക്കുന്നത്. എത്രയോ കാലം കൊണ്ടുള്ള ആഗ്രഹമാണ്. അപ്പോ അതങ്ങനെ ലൈവായിട്ട് സംഭവിക്കുന്നത് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ ഉള്ളൊരു സന്തോഷം ഉണ്ടല്ലോ, അത് വേറെ തന്നെയാണ്. തീർച്ചയായിട്ടും. ശരിക്കും എങ്ങനെയായിരുന്നു നിതിൻ കെ ശിവ എന്ന് പറയുന്ന ഈ ഒരു പേഴ്സണിലേക്ക് ഈ ഒരു പാട്ട് എത്തിയത്? നമുക്കറിയാലോ, നിറക്കൂട്ട് എന്ന് പറയുന്ന മമ്മൂക്ക ഗംഭീരമായിട്ട് അഭിനയിച്ചിട്ടുള്ള സിനിമയിലെ പാട്ടാണ് നമ്മൾ ഈ കേട്ടുകൊണ്ടിരുന്നത്. ശരിക്കും ഈ പാട്ട് നമ്മുടെ ഒന്നും മനസ്സിൽ നിന്ന് ഒരിക്കലും പോവാത്ത പാട്ടാണ്. അപ്പോൾ വീണ്ടും അതിനെ ഒന്ന് ഉറപ്പിക്കാൻ വേണ്ടി നമുക്ക് ഈ സിനിമയിലൂടെ പറ്റി എന്നുള്ളത് വളരെ വിസിബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ നിതിനിലേക്ക് എങ്ങനെയാണ് ഈ ഒരു ചാൻസ് എത്തിയെന്നത്?
ഞാൻ ആക്ച്വലി നമ്മുടെ പടത്തിന്റെ മ്യൂസിക് ഡയറക്ടർ മിഥുൻ മുകുന്ദൻ എന്നാണ് ചേട്ടന്റെ പേര്. അതെ. ചേട്ടനാണ് റോഷാക്കും അതൊക്കെ മ്യൂസിക് ചെയ്തിട്ടുള്ളത്. അപ്പോ സാധാരണ എല്ലാ മ്യൂസിക് ഡയറക്ടേഴ്സിനും പാട്ടുകൾ അയച്ചു കൊടുക്കുന്ന കൂട്ടത്തില് ചേട്ടന് ഞാനിങ്ങനെ പാട്ടുകൾ അയക്കുമായിരുന്നു. അപ്പോ പൂമാനമേ ഇറങ്ങുന്നതിന് ഓസ്ലർ ഇറങ്ങുന്നതിന് ഒരു 1.5 വർഷം ഗ്യാപ്പ് എന്തോ ഉണ്ട് മുന്നേക്ക്. അപ്പോ ഞാൻ പാട്ട് അയച്ചു കൊടുത്ത് ചേട്ടൻ എനിക്ക് അത് കേട്ട് റിപ്ലൈ തന്നു. പിന്നീട് കൈമാറി എന്നെ വിളിച്ചു, കുറെ നേരം സംസാരിച്ചു. ആൻഡ് അതിനുശേഷം സ്ഥിരമായിട്ട് ഞാനിങ്ങനെ പാട്ടുകളൊക്കെ അയക്കും. അങ്ങനെ ഞാൻ സരിഗമപ്പ എന്ന് പറഞ്ഞിട്ട് റിയാലിറ്റി ഷോയില് സി കേരളത്തിന്റെ റിയാലിറ്റി ഷോയിലുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഗ്രാൻഡ് ഫിനാലയോടൊക്കെ അടുത്ത് നിൽക്കുന്ന സമയത്താണ് ചേട്ടന്റെ ഒരു കോൾ ഇങ്ങനെ വരുന്നു. വിളിച്ചിട്ട് ഇതുപോലെ പറയുന്നു, എടാ ഈ പാട്ടിന്റെ ഒരു 2 വരി നീ ഒന്ന് പാടി അയക്കുമോ എന്ന് പറഞ്ഞിട്ട് ചോദിക്കുന്നു. ഞാൻ അപ്പൊ തന്നെ ഇമ്മീഡിയറ്റ്ലി പാട്ട് അയച്ചു കൊടുത്തതിന് ശേഷം എനിക്ക് തോന്നുന്നു ഒരു 2 മണിക്കൂർ എന്തോ ഗ്യാപ്പില് ചേട്ടൻ വീണ്ടും വിളിച്ചിട്ട് പറഞ്ഞു ഇതുപോലെ, എടാ നിന്റെ സൗണ്ട് ഓക്കെ ആയിട്ടുണ്ട്, നമ്മുടെ ഡയറക്ടർ മാനുവൽ തോമസ് ആണ്, പുള്ളിക്ക് ഓക്കെ ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ച ആരും മിഥുൻ മാനുവൽ തോമസോ? അപ്പൊ എനിക്ക് മനസ്സിലായി ഇത് ഏതോ വലിയൊരു സംഭവമാണ് വരാൻ പോകുന്നത്. അങ്ങനെ അപ്പോഴും ഞാൻ ഭയങ്കര എക്സ്പെക്ടേഷൻ ഒന്നും വെച്ചിട്ടില്ല. കാരണം എനിക്ക് ഇതിനു മുന്നേ കുറെ സിനിമകൾക്ക് ഞാൻ ഇങ്ങനെ ചാൻസ് ചോദിച്ചിട്ട് അവസാനത്തെ ചിലപ്പോൾ നമ്മുടെ പാട്ട് റെക്കോർഡ് ചെയ്തത് പോലും ചിലപ്പം ക്യാൻസൽ ആയിട്ടൊക്കെ പോകും. അപ്പൊ അതുകൊണ്ട് ഒന്നുമില്ലായിരുന്നു. പക്ഷെ ഒരു സന്തോഷം, അവരെന്നെ വിളിച്ചല്ലോ. ആൻഡ് ആഫ്റ്റർ ഓൾ അവര് കുറെ ഓഡീഷൻസ് നടത്തിയതിൽ നിന്നും അവസാനം വന്ന ആളാണ് ഞാൻ. അതിന്റെ ഒരു പവർ വേറെ തന്നെയാണ് അല്ലേ? അതെ അതെ. അങ്ങനെയാണ് ആ പാട്ടിലേക്ക് ഇന്നാവുന്നത്. ആൻഡ് അതിന്റെ പ്രോസസ്സുകൾ സ്റ്റാർട്ട് ചെയ്തു. എന്റെ അടുത്ത് ഡെമോസ് അയക്കാൻ പറഞ്ഞു. ചേട്ടൻ അതിന്റെ ഓർക്കസ്ട്രേഷനും കാര്യങ്ങളൊക്കെ ചെയ്തതിനു ശേഷം ആൻഡ് ഇതിന്റെ ഏറ്റവും വലിയ ഒരു സീക്രട്ട് എന്താണെന്ന് വെച്ചാൽ, സീക്രട്ട് അല്ല, ഞങ്ങൾ ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ല. മ്യൂസിക് ഡയറക്ടറും സിംഗറും ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ല ഇതുവരെ. ഇന്ന് വരെ. എന്റെ അമ്മോ, അത് ഭയങ്കര ഒരു കാര്യമാണല്ലോ. എന്റെ അടുത്തുള്ള ഒരു ട്രസ്റ്റ് കൊണ്ടാണോ ഈ പാട്ട് ഞാൻ പാടിയത് ഓക്കെ ആയതുകൊണ്ടാണോ എന്റെ അടുത്ത് നേരെ സ്റ്റുഡിയോയിലേക്ക് പോകാൻ പറഞ്ഞു, പാടിക്കോളാൻ പറഞ്ഞു. ചേട്ടൻ ആക്ച്വലി ബാംഗ്ലൂർ നിന്നിട്ടാണ്, ബാംഗ്ലൂർ ബേസ്ഡ് ആണ്. അപ്പൊ പുള്ളി അവിടെ ഇതിന്റെ പടത്തിന്റെയും നല്ല തിരക്കിലായിരുന്നു. ആൻഡ് അതിനുശേഷവും ഞാൻ ബാംഗ്ലൂരിൽ ചെല്ലുമ്പോഴും ഒക്കെ ഫ്രീ ആണോ, എവിടെയാണ് മീറ്റ് ചെയ്യാൻ പറ്റുമെന്നൊക്കെ ചോദിക്കും. പക്ഷെ ഇത് നമ്മളിപ്പോഴും എന്താണ് ഈ ഫ്രണ്ട്സ് ഒക്കെ ഒരുമിച്ച്, ഐ മീൻ നമ്മുടെ നാട്ടിലുള്ള ഫ്രണ്ട്സ് ഒക്കെ പലരും എബ്രോഡ് പോയി പഠിക്കാൻ പോകുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ സെറ്റിൽ ആവാൻ പോകുന്നവരുണ്ട്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു എന്താണ് ഒരു ഡിസ്റ്റൻസ് ഉണ്ട്, ലോങ് ഡിസ്റ്റൻസ് ഉണ്ട്. അതുപോലെയാണ് നിങ്ങളിപ്പോ ലോങ് ഡിസ്റ്റൻസ് ബെസ്റ്റീസ് ആണ്. ഇതുവരെ കാണാൻ പറ്റിയിട്ടില്ല. പക്ഷെ ഞങ്ങൾ ഇപ്പോഴും കോണ്ടാക്റ്റിലുണ്ട്, സംസാരിക്കും ഫോണില്. അങ്ങനെ എത്രയും പെട്ടെന്ന് മീറ്റ് ചെയ്യാനായിട്ട് പറ്റട്ടെ കേട്ടോ. എന്നിട്ട് നമ്മുടെ മിഥുൻ സാർ നേരിട്ട് ചോദിക്കാൻ പറ്റട്ടെ, പോരുന്നോ എന്റെ കൂടെ അടുത്ത പടത്തിന് പാടാൻ? അടുത്ത പാട്ടിലേക്ക് വേണ്ടിട്ട് സംഭവിക്കട്ടെ. അതെ അതെ അതെ. എന്തായാലും നമുക്കിപ്പോ ഒരു പാട്ടിലേക്ക് വേഗം പോവാം. പാട്ടിന് ശേഷം നിതിന്റെ ഒരുപാട് വിശേഷങ്ങൾ നമുക്ക് കേൾക്കാനുണ്ട് SK ഹോട്ട്സ്പോട്ടിലൂടെ. കൂടെയുള്ളത് തന്നെയാണ് കേട്ടോ. 89.6 FM സർഗക്ഷേത്ര. SK Hotspot. You are listening to SK Hotspot. ഇന്ന് നമ്മുടെ കൂടെ ഒരു ബ്യൂട്ടിഫുൾ പ്ലേ ബാക്ക് സിംഗർ ആണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ഹിറ്റ് സോങ് ഉണ്ടല്ലേ, പൂമാനമേ എന്നുള്ള നിറക്കൂട്ട് സിനിമയിലെ പാട്ട്. ഈ പാട്ടിന്റെ ഒരു ന്യൂ വേർഷൻ അങ്ങനെ പറയാനായിട്ട് പറ്റുമോ നിതിൻ? പുതിയ വേർഷൻ എന്ന് പറയാം. പക്ഷെ ഒരു ക്വാളിറ്റി കൂടിയ ഒരു പുതിയ വേർഷൻ. പഴയ പാട്ട് തന്നെയാണ്. പാട്ടിന്റെ ആ ഒരു എന്താണ് ക്ലാരിറ്റി കൂടിയ ഒരു വേർഷൻ നമുക്ക് കേൾക്കാനായിട്ട് പറ്റിയിട്ടുള്ള ഒരു വോയിസ് എന്ന് പറയുന്നത് നിതിനിലൂടെയാണ്. നിതിൻ, ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ ഇന്ന് സംസാരിക്കുമ്പോൾ. ബിക്കോസ് എനിക്ക് ഈ പാട്ട് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. പ്രത്യേകിച്ച് റിയാലിറ്റി ഷോസ് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെയൊക്കെ ചെറുപ്പം തൊട്ട് നമ്മൾ TV-യിൽ നമ്മുടെ ഫാമിലി മെമ്പേഴ്സൊക്കെ ആയിട്ട് ഡിന്നർ കഴിക്കുന്ന സമയത്തൊക്കെ നമ്മളെപ്പോഴും ഇതുപോലെ റിയാലിറ്റി ഷോസ് ഒരുപാട് കണ്ട് നമ്മൾ അഡിക്റ്റഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ സരിഗമപ്പ എന്ന് പറയുന്ന ഒരു വലിയ പ്ലാറ്റ്ഫോം സീസൺ 2-ലെ ഫൈനലിസ്റ്റ് ആയിരുന്നു നമ്മുടെ നിതിൻ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ജേർണിയുടെ ഒരു വിശേഷം പെട്ടെന്നൊന്ന് പറയുകയാണെങ്കിൽ എത്രത്തോളമായിരുന്നു നിതിൻ്റെ ലൈഫിൽ ആ ഒരു ഷോയുടെ വാല്യൂ എന്ന് പറയുന്നത്? എനിക്ക് തുടക്കത്തിൽ ഭയങ്കര വാല്യൂബിൾ ആയിട്ടാണ് തോന്നിയത്. പിന്നീട് പോകെ അതൊരു മടുപ്പായിട്ടാണ് ഫീൽ ചെയ്തത്. ലൈക്ക് എന്റെ ഒരു കപ്പ് ഓഫ് ടീ ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ലായിരുന്നു. റിയാലിറ്റി ഷോയില് എന്നെ പോലെ ഒരാൾക്ക് കണ്ട കുറച്ച് സ്ട്രഗിൾസ് ഒക്കെ ഉണ്ട്. അറിയാലോ, കുറച്ച് സ്ക്രീൻ സ്പേസും അതും ഇതൊക്കെ, ഒരു കൊമേഴ്ഷ്യൽ പരിപാടി അതുമൊക്കെ ആയിട്ട് ഒത്തുപോകാൻ കുറെ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം പാട്ടാണ് ബേസിക്. അപ്പൊ പാട്ട് പാടുക, അത് ആൾക്കാർ ഏറ്റെടുത്തതാണ് ഞാൻ ആ റിയാലിറ്റി ഷോയിൽ അവസാനം വരെ നിൽക്കാനുണ്ടായിരുന്ന ഒരു കാരണം. ആൻഡ് ഓൾസോ ഇതിന് മുന്നേ
ഇതിനു മുന്നേ ഞാനൊരു 8-10 വർഷങ്ങളായിട്ട് അച്ഛന്റെ നിർബന്ധപ്രകാരമൊക്കെയാണ് ഞാൻ ഈ റിയാലിറ്റി ഷോസിന്റെ ഓഡീഷൻസിനൊക്കെ, റിയാലിറ്റി ഷോ മാത്രമല്ല എല്ലായിടത്തും കൊണ്ടുപോകും. അങ്ങനെ ഓഡീഷൻസ് അറ്റൻഡ് ചെയ്യിച്ച് എനിക്കത് അന്ന് ഭയങ്കര താല്പര്യമില്ലായിരുന്നു. പിന്നെ പോകെ എനിക്കൊന്ന് ബോധമൊക്കെ ആയി വന്നപ്പോഴത്തേക്ക് എന്റെ പാട്ടാണ് എന്റെ വഴിയെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു തുടങ്ങിയപ്പോഴത്തേക്ക് ഞാൻ സ്വന്തമായിട്ട് ഓഡീഷൻസിനൊക്കെ അറ്റൻഡ് ചെയ്യാൻ പോയി തുടങ്ങി. അങ്ങനെ ഇതിന്റെ ഫസ്റ്റ് സീസണിലും ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അന്നും എനിക്ക് കിട്ടിയില്ല. അപ്പൊ ഞാനിത് നിർത്തിയായിരുന്നു. ഇനി ഞാൻ പോകുന്നില്ല, ഇനി ഇന്ത്യയിലേക്ക് ഞാനില്ല. ഇല്ല കത്തനിട്ടായിരുന്നു. അപ്പൊ അതിനുശേഷം ഇത് സെക്കൻഡ് സീസണിന്റെ പോസ്റ്ററും കാര്യങ്ങളൊക്കെ റിലീസ് ആയപ്പോഴത്തേക്ക് എന്റെ ഫ്രണ്ട്സ് പലരും പിന്നെ അതുപോലെ അനിയനും ഒക്കെ എന്നെ ഉന്തി തള്ളി വിട്ടതാണ്. പോയി നോക്ക്, അങ്ങനെ പോയിട്ട് കിട്ടിയതാണ്. അപ്പോ കിട്ടിയതിൽ ഒരുപാട് സന്തോഷമായിരുന്നു. പിന്നെ വേറൊരു ടൈപ്പ് ഓഫ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരു TV ചാനലിന്റെ ഭാഗമായിട്ട് നിൽക്കുക എന്ന് പറയുന്നത് അതൊരു വേറെ എക്സ്പീരിയൻസ്. അത് കുറെ പറയാനുണ്ടാവും അതിനെപ്പറ്റി. ഇത്രയാണ് ചുരുക്കത്തില്. ഓക്കെ, എന്തായാലും നമ്മുടെ ഈ ഒരു പാട്ട് കൂടുതൽ ഹിറ്റ് ആയതിനു ശേഷം ഭയങ്കര പ്രഷ്യസ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് നടന്നിട്ടുണ്ടോ? ഭയങ്കര മെമ്മറബിൾ ആയിട്ടുള്ള എന്തെങ്കിലും ഇൻസിഡന്റ്? അതിപ്പോ ഒരു അപ്രിസിയേഷൻ ആവാം. എനിക്കങ്ങനെ മെയിൻലി ഈ പാട്ടിന്റെ ബേസിൽ എനിക്ക് ഒരുപാട് പേര് നല്ല കമന്റ്സ് പറഞ്ഞിട്ടുണ്ട്. മോശം കമന്റ്സ് തീരെ കിട്ടിയില്ല എന്നുള്ളതാണ്. കാരണം ഇതൊരു റീക്രിയേറ്റഡ് പാട്ടുകൾ വരുമ്പോഴത്തേക്ക്, പ്രത്യേകിച്ച് എനിക്ക് ഇങ്ങനെ ഒരു പാട്ട് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതല്ല. ഞാൻ എന്റെ ഒരു വോയിസിൽ ഫ്രഷ് ആയിട്ടുള്ള ഒരു പാട്ട് കേൾക്കുന്ന ഒക്കെ ആയിരുന്നു എന്റെ ഒരു ധാരണ. അപ്പൊ ഇതുപോലത്തെ മുന്നേയും ഒരുപാട് പാട്ടുകൾ വന്നിട്ട് പൊട്ടിപ്പോയിട്ടുമുണ്ട്, ഹിറ്റ് ആയിട്ടുമുണ്ട്. അപ്പൊ അങ്ങനെ ഇതിന്റെ നടുക്കത്തെ ഒരു സംഭവം ഇല്ലല്ലോ. ഓക്കെ എന്നുള്ള സംഭവം ഇതുവരെ ആരും അങ്ങനെ ഒരു റീക്രിയേറ്റഡ് പാട്ടിന് പറയുന്നത് കേട്ടിട്ടില്ല. അപ്പൊ ഇതൊരു വലിയ ഹ്യൂജ് സക്സസ് ആയതിലും അതിന്റെ പാർട്ടാവാൻ സാധിച്ചതിലും ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ അതില് ഒരു കമന്റ് ഇന്നത്തെ തലമുറയിലെ പിള്ളേരുണ്ടല്ലോ, അപ്പൊ അവര് വന്നിട്ട് എനിക്ക് മെസ്സേജ് അയച്ചിട്ടൊക്കെ ഉണ്ട്. ലൈക്ക് എന്റെ അമ്മയുടെ ഭയങ്കര ഫേവറേറ്റ് പാട്ടായിരുന്നു. അപ്പൊ ആ ജനറേഷൻ ഉണ്ടായിരുന്ന ആൾക്കാരുടെ പാട്ട് ഇപ്പോഴത്തെ തലമുറയിലേക്കും കൂടെ എത്തി. അപ്പൊ ഇപ്പൊ ഇവരുടെയും ഫേവറേറ്റ് ആണെന്ന് ആ മോൾ എന്റെ അടുത്ത് വിളിച്ചിട്ട് ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. അപ്പൊ 2 ജനറേഷന്റെ ഒരു ഗ്യാപ്പ് ഫില്ലിംഗ് ആയിട്ട് ഒരു ബ്രിഡ്ജ് പോലെ എനിക്ക് നിൽക്കാൻ സാധിച്ചു എന്ന് എനിക്ക് തോന്നി. ഭയങ്കര ഒരു, ശരിക്കും എനിക്കത് കേൾക്കുമ്പോ ഭയങ്കര ഒരു ചിൽസ്, ഇറ്റ് ഗോട്ട് മീ ചിൽസ്. കൊള്ളാം, സന്തോഷമുണ്ട്. അപ്പൊ എന്തായാലും ആ ഒരു സന്തോഷത്തിലേ നമുക്ക് ഇപ്പൊ തന്നെ ഒരു പാട്ട് കേട്ടിട്ട് വേഗം വന്നാലോ. എന്നിട്ട് ഒരു കമ്പോസർ ആയിട്ടുള്ള ലിറിസിസ്റ്റ് ആയിട്ടുള്ള നിതിനെയൊക്കെ നമുക്ക് പരിചയപ്പെടാനുണ്ട്. ഓക്കെ, കേട്ടോണ്ടേയിരിക്കൂ SK ഹോട്ട്സ്പോട്ട്. കൂടെയുള്ളത് അന്നയാണ്. 89.6 FM സർഗക്ഷേത്ര. SK ഹോട്ട്സ്പോട്ട്. അങ്ങനെ ഇന്ന് നമ്മളൊരു പാട്ടിന്റെ വഴി പോകാനുള്ള ഒരു പ്ലാൻ തന്നെയാണ്. അതുകൊണ്ട് തന്നെ പ്ലേ ബാക്ക് സിംഗർ നിതിൻ കേശിവയാണ് ഇന്ന് നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നത്. നിതിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് നല്ല ഗാനങ്ങൾ സമ്മാനിച്ചിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ സിംഗറാണ്. അപ്പോൾ ഈ പാട്ടിലേക്ക് നമ്മൾ വരുമ്പോൾ, ഈ പാട്ട് വന്ന വഴി എന്നൊക്കെ പറയുന്ന പോലെ നിതിന്റെ വഴി പാട്ടാണെന്ന് ഐഡന്റിഫൈ ചെയ്ത ഒരു മൊമെന്റിനെ പറ്റി നമ്മൾ നേരത്തെ ഷെയർ ചെയ്തു അല്ലേ? യെസ്. അപ്പൊ ഇനി ഒരു ലിറിസിസ്റ്റ് അല്ലെങ്കിൽ ഒരു കമ്പോസർ, ഒരു ക്രിയേറ്റർ എന്നുള്ള രീതിയിലേക്ക് നിതിൻ ഒരു ട്രാൻസ്ഫോർമേഷൻ നടത്തിയതിനെ പറ്റി എന്താ പറയാനുള്ളത്? കാരണം ഞാൻ തോരാതെ എന്ന് പറയുന്ന സോങ്ങിനെ പറ്റി ആണ് പറയാൻ ആഗ്രഹിക്കുന്നത് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ട്രാക്കാണ്. അതിന്റെ ഒരു ബിൽഡിംഗ് എങ്ങനെയായിരുന്നു, ലൈക്ക് എങ്ങനെയായിരുന്നു അതിനെ വളർത്തിക്കൊണ്ടുവന്നത് ആ പാട്ടിനെ? ഫസ്റ്റ് ഓഫ് ഓൾ ആ പാട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞതിൽ താങ്ക് യു. എന്റെ അടുത്ത് ആ പാട്ടിന് എനിക്ക് തോന്നുന്നു ഞാൻ കമ്പോസ് ചെയ്തതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ റെസ്പോണ്ട് ചെയ്തൊരു പാട്ടാണ്. അപ്പോ ആ പാട്ടിന്റെ ഫസ്റ്റ് പല്ലവി ആ ഒരു ഇത് മാത്രമാണ് ഞാൻ എഴുതിയിട്ടുള്ളത്. പിന്നീട് ആ പാട്ട് ഇങ്ങനെ ഒരു പ്രോജക്റ്റിന് വേണ്ടിയിട്ട് എടുക്കുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ ലെങ്ത് വേണം എന്നുള്ളത് കൊണ്ട് വേറൊരാളെ കൊണ്ട് എഴുതിച്ചതാണ് ബാക്കി. അപ്പൊ അതെന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എഴുതാൻ അത്ര കഴിവുള്ള ആളല്ല. ഞാൻ പണ്ട് ഈ എഴുതാൻ ആൾക്കാരെ കിട്ടാഞ്ഞ ഒരു ഗതികേടുണ്ടല്ലോ. ആ സമയത്ത് പാട്ട് വേണം, കേൾക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ കഷ്ടപ്പെട്ട് എഴുതിയ കുറച്ച് വരികളാണ്. ഇപ്പൊ അങ്ങനെ അതുകൊണ്ട് എഴുതാറില്ല, കംപ്ലീറ്റ്ലി എഴുതാറില്ല ഇപ്പൊ. അപ്പൊ ആ പാട്ട് എനിക്ക് തോന്നുന്നു ഞാൻ +2 ഒക്കെ കഴിഞ്ഞ് കോളേജ് ഒക്കെ ആ ഒരു ഡിഗ്രി സ്റ്റാർട്ടിങ് ആ ഒരു ടൈമിലാണ് ഞാനത് കമ്പോസ് ചെയ്യുന്നത്. ആൻഡ് ഈ സിനിമ ഇല്ലായിരുന്നു അപ്പവും മാത്തൻ പടം മായാനദി ഇറങ്ങിയപ്പോഴത്തേക്ക് അതിന്റെ ഒരു തീം വെച്ചിട്ടാണ് ഞാനിത് കമ്പോസ് ചെയ്തത്. അപ്പൊ ഞാൻ അന്നുണ്ടായിരുന്ന ഇൻസ്റ്റാഗ്രാം ഹാൻഡിലിൽ ഞാൻ നമ്മുടെ IGTV വീഡിയോസ് ഉണ്ടല്ലോ, അതിൽ ഞാൻ ഈ പാട്ടിന്റെ ഒരു ഫസ്റ്റ് ഡ്രാഫ്റ്റ് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് എനിക്ക് റെസ്പോൺസ് കിട്ടി. അതിനുശേഷമാണ് ഇത് ഇങ്ങനെ ഒരു പ്രോജക്റ്റിലേക്ക് ഇവർ എടുക്കുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നമ്മളിത് പുതിയൊരു മെത്തേഡിലേക്ക് മാറ്റിയത്. ആ പാട്ടിന്റെ വിഷ്വൽസും ഭയങ്കര രസമായിരുന്നു കേട്ടോ കണ്ടിരിക്കാൻ. നമുക്കൊരു
ഒരു രസം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് അവരുടെ ആയപ്പോ അതിന്റെ ഒരു ബ്യൂട്ടി നമുക്ക് കറക്റ്റ് ആയിട്ട് ഇങ്ങോട്ട് കിട്ടി. അതെ, എനിക്കും ആക്ച്വലി ഭയങ്കര ഒരു മൈലേജ് തന്നായിരുന്നു. കാരണം ഇൻസ്റ്റാഗ്രാമിൽ ഫേമസ് ആയിട്ടാണ് ജോസ്മിൻ ചേട്ടനും മറ്റേ ആഷ്ലിനും ഒക്കെ ഉണ്ടായിരുന്നത്. അതിൽ വലിയ ആക്ടേഴ്സ് ആയിട്ടുള്ള അവര് ത്രൂ ഒക്കെ നല്ല ഒരു എന്താ പറയാ റെസ്പോൺസ് എനിക്കും കൂടെ കിട്ടി. അപ്പൊ അത് ഭയങ്കരമായിട്ട് സന്തോഷമുള്ള കാര്യമാണ്. ആൻഡ് ഈ മ്യൂസിക് കമ്പോസ് ചെയ്യാന്ന് പറയുന്നത് ഞാൻ ആക്ച്വലി എന്റെ വോയിസ് വേറെ ആൾക്കാരുടെ അടുത്ത് ചാൻസ് ചോദിച്ച് ഒരു ചാൻസ് ഓപ്പർച്യൂണിറ്റി കിട്ടുന്നത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിട്ട് എനിക്ക് ഫീൽ ചെയ്തിരുന്ന ഒരു ടൈം പീരീഡ് ആണ് എന്റെ ഒരു ടീനേജ് കാലം. ഇപ്പൊ കുറച്ചും കൂടെ എളുപ്പമാണ്. സായ ബാങ്കറും ഈവന്റെ ഒക്കെ കാലം മുതലേ അവരൊരു 18 ഏജ് മുതലേ അവര് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അവരുടെ കരിയർ. പക്ഷെ എനിക്കൊന്നും ആ സമയത്ത് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അത് പറ്റാതിരുന്നത് കൊണ്ട് സ്വന്തമായിട്ട് കമ്പോസ് ചെയ്ത് തുടങ്ങിയതാണ്. അതിപ്പോ ഭയങ്കര സന്തോഷമുള്ളൊരു പരിപാടിയായിട്ട് മുന്നോട്ട് പോകുന്നു. തീർച്ചയായിട്ടും. എന്തായാലും നമ്മളൊരു പ്ലേ ബാക്ക് സിംഗറിൽ ഒരിക്കലും ഒതുങ്ങി നിൽക്കില്ല എന്നുള്ളത് ഈ തോരാതെ എന്ന് പറയുന്ന പാട്ട് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം. അപ്പൊ എന്തായാലും ഇനിയും അടിപൊളി പാട്ടുകൾ പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും ഈ സോഫ്റ്റ് അല്ലെങ്കിൽ മെലഡിയസ് ടൈപ്പ് ട്രാക്കുകളാണോ കൂടുതൽ ഇഷ്ടം? അല്ലല്ല, എനിക്ക് എല്ലാ ടൈപ്പ് പാട്ടുകളും ഇഷ്ടമാണ്. ആൻഡ് കൂടുതൽ ആൾക്കാർ കേട്ടിട്ടുള്ളത് ഇത്തരത്തിലുള്ള പാട്ടുകളാണെന്ന് ഉള്ളൂ. എന്റെ അല്ലാത്ത മ്യൂസിക് മോജോ ലാസ്റ്റ് സീസണിൽ എന്റെ ബാൻഡ് പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ആക്ച്വലി മെറ്റൽ പോലത്തെ പാട്ടുകൾ ചെയ്തിട്ടുണ്ട്, ഭയങ്കര ഫാസ്റ്റ് നമ്പർ ചെയ്തിട്ടുണ്ട്, ഫോക്ക് ഉണ്ട്, അങ്ങനെ കുറെ പരിപാടികൾ ചെയ്തിട്ടുണ്ട്. ശരി, എന്തായാലും പരിപാടികളെല്ലാം ഇപ്പൊ റിവീൽ ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവില്ല. നമുക്കൊരു പാട്ട് കേട്ടിട്ട് വേഗം വരണം, തോരാതെ തന്നെ ആയിക്കോട്ടെ അല്ലേ? ഓക്കെ. അപ്പൊ എന്തായാലും പാട്ട് കേട്ട് നമ്മൾ തിരിച്ചെത്തും. അതിനു മുൻപ് 2 വരി നിതിൻ പാടുന്നു. പാടാലോ. ഓക്കെ. തോരാതെ നീ പ്രിയവേ ആളുന്നേ തണുവെന്നിലെ കാതോർത്താലൊഴുകുന്നൊരി പുഴ പോലാകെ നീ എന്നിലായി നാം ഒന്നായി മൂടുന്നൊരി ഗസൽ തേൻ പോലെ ഹൃദയാഗ്നിയായി രാവൂരം നിലാവ് പോലെ എന്നെന്നും നാം കൂടെയായി കടല് പോൽ തിരയണതു നീ ഉയിരിലെ കരയിലിതു ഞാൻ മഴയിലും വെയിലിലും ഒരേ പ്രണയമായതിലലിഞ്ഞു നാം. ബ്യൂട്ടിഫുൾ. ശരിക്കും ഞാനിങ്ങനെ ഒരു ആദ്യ സന്തോഷത്തിൽ ഇങ്ങനെ കേട്ടിരുന്ന എനിക്കും എന്തോ ഒരു പെയിൻ വന്ന ഒരു ഫീല്. ഷോ എന്തായാലും വേഗം ഒരു പാട്ട് കേട്ടിട്ട് വേഗം നമ്മൾ തിരിച്ചു വരുന്നതായിരിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ദാ ബ്യൂട്ടിഫുൾ സോങ് തോരാതെ നമുക്ക് കേൾക്കാം. റേഡിയോ സർഗക്ഷേത്ര 89.6 FM 89.6 FM സർഗക്ഷേത്ര. യെസ്, നമ്മളങ്ങനെ നിതിന്റെ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഗംഭീരമായി നമ്മുടെ SK ഹോട്ട്സ്പോട്ടിന്റെ ജേർണി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴേ ഇനി എനിക്കറിയാനുള്ളത്, അല്ലെങ്കിൽ നിതിനെ നമ്മളൊന്ന് ടൈം ട്രാവൽ ചെയ്യിക്കാൻ പോവാണ് കേട്ടോ. നമ്മൾ കുറച്ചൊന്ന് പിന്നിലോട്ട് പോവാണ്. വേറൊന്നല്ല, മെയിൻലി എല്ലാവരും ചോദിക്കാറുള്ള ഒരു ചോദ്യം തന്നെയായിരിക്കും, ശരിക്കും ആരാണ് നിതിനിൽ ഒരു സിംഗർ ഉണ്ട് എന്ന് കണ്ടുപിടിച്ചത്? നേരത്തെ എനിക്ക് തോന്നുന്നു അച്ഛൻ എല്ലാ പ്രോഗ്രാംസിലേക്കും നല്ല രീതിയിൽ ഒരു എഫേർട്ട് എടുത്ത് കൊണ്ടുപോകുന്ന ഒരാളാണെന്ന് പറഞ്ഞു. അച്ഛനാണോ? അച്ഛനല്ല, അമ്മയാ കണ്ടുപിടിച്ചത് മീൻസ് അമ്മ ഈ റേഡിയോ കേൾക്കുന്ന ഒരു സ്ഥിരം ഹാബിറ്റ് ഉണ്ട്, അത് ഇപ്പോഴും ഉണ്ട്. അപ്പോ വയറ്റിൽ പ്രഗ്നന്റ് ആയിരിക്കുന്ന ആ സമയത്തും അമ്മ പാട്ട് കേൾക്കുമായിരുന്നു. അപ്പോ റേഡിയോയുടെ ഒരു ഗുണം എന്താണ്, അത് സൈഡിൽ വെച്ചാലും നമുക്ക് കേൾക്കാം, എന്ത് വേണേലും ചെയ്തുകൊണ്ടിരിക്കാം. അപ്പൊ ഈ പാട്ടിന്റെ ഒരു വൊക്കാബുലറി നല്ലപോലെ അമ്മയ്ക്കുണ്ട്. പിന്നെ അത്യാവശ്യം തരക്കേടില്ലാതെ പാടും. അപ്പൊ ഞാൻ വയറ്റിലായിരിക്കുന്ന സമയത്തും അമ്മ പാട്ട് കേട്ട് പാടുന്നുണ്ടായിരുന്നു കാണും. അത് ചിലപ്പോൾ എന്നിലേക്ക് എത്തിയതാവാം. അതിനുശേഷം അമ്മ പറയുന്നുണ്ടായിരുന്നു, ഇതുപോലെ 3-ാം വയസ്സിലാണ് ഞാൻ ആദ്യമായിട്ടൊരു പാട്ട് ഇങ്ങനെ പാടുന്നത്. അത് പൂവേ പൂവേ പാലപ്പൂവേ എന്ന് പറഞ്ഞിട്ട് ആ പാട്ടാണ്. അപ്പൊ അതിങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഒബ്വിയസ്ലി അവർ രണ്ടുപേരും ഈക്വൽ ആയിട്ടാണ് എല്ലാ കാര്യങ്ങളിലും ഡിസിഷൻസ് ഒക്കെ എടുക്കാറ്. അപ്പൊ രണ്ടുപേരും ചേർന്ന് എന്നെ ഒരു 5-ാം വയസ്സൊക്കെ ആയപ്പോഴത്തേക്ക് എന്നെ പാട്ട് പഠിക്കാൻ വേണ്ടിട്ട് വിട്ടു. പിന്നീട് അച്ഛനാണ് കുറച്ചും കൂടെ, ഈവൻ എന്നെക്കാട്ടിലും കൂടുതൽ ഇത് സ്വപ്നം കണ്ടിട്ടുള്ളത് അച്ഛനാവും. ഞാനൊരു സ്റ്റേജില് ഭയങ്കര സിംഗറായിട്ട് നിൽക്കുക, ഞാൻ വേറെ ഏതെങ്കിലും ഒരു ജോലി ചെയ്യുന്നതിനെക്കാട്ടിലും പോയാലും വേണ്ട നീ പാട്ടുകാരനാണ്, ആ ഒരു അങ്ങനത്തെ ഒരു ഫാദറാണ്. അതെ, നമുക്ക് ഇത് കേൾക്കുന്നവർ പലർക്കും ചിലപ്പോൾ ഊഹിക്കാനായിട്ട് പറ്റുകയില്ല ഇങ്ങനൊരു കമന്റ് ഫാദറിൽ അല്ലെങ്കിൽ പാരന്റ്സിൽ നിന്ന് കിട്ടുക, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു സപ്പോർട്ട് കിട്ടുക എന്ന് പറയുന്നതൊക്കെ വളരെ 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 പ്രഷ്യസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എന്തായാലും യു ആർ വെരി ലക്കി. ഓക്കെ, എന്തായാലും നമ്മുടെ അച്ഛനും അമ്മയും ഈക്വലി ഈ കാര്യത്തിൽ പങ്കാളികളായതുകൊണ്ട് നമുക്ക് അവർക്ക് വേണ്ടി നൊസ്റ്റാൾജിക് മൊമെന്റ് കിട്ടാൻ പൂവേ പൂവേ പാലപ്പൂവേ പാട്ട് റേഡിയോയിൽ അങ്ങോട്ട് പ്ലേ ചെയ്താലോ?
ഓക്കെ. ഓക്കെ, എന്തായാലും പാട്ട് കേട്ട് നമുക്ക് വേഗം തിരിച്ചു വരാം നിതിന്റെ ബ്യൂട്ടിഫുൾ വിശേഷങ്ങൾ കേൾക്കാനായി. 89.6 FM സർഗക്ഷേത്ര. SK Hotspot. വെൽക്കം ബാക്ക് ടു SK ഹോട്ട്സ്പോട്ട്. ഇന്ന് നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നത് പ്ലേ ബാക്ക് സിംഗർ നിതിൻ കെ ശിവയാണ്. നിതിനെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ ഡീപ്പായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴേ എനിക്കൊരു ആഗ്രഹം, നമുക്കൊരു ചെറിയ ഗെയിം കളിച്ചാലോ? ഓക്കെ, എന്തായാലും പാട്ടുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഗെയിം ആയതുകൊണ്ട് ഒരുപാട് എക്സൈറ്റഡ് ആയിരിക്കും അല്ലെങ്കിൽ ഇൻട്രസ്റ്റഡ് ആയിരിക്കും എന്നുള്ള കാര്യം ഞാൻ അങ്ങനെ തന്നെ വിചാരിച്ചോട്ടെ. ഓക്കെ, അപ്പൊ എന്തായാലും എനിക്ക് ഒരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് തരാൻ പോവാണ് കേട്ടോ. അതായത് നിതിൻ എനിക്കൊരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് തരാൻ പോവാണ് ഇനി. ഓക്കെ, അപ്പൊ ഞാൻ കുറച്ച് സിറ്റുവേഷൻസ് പറയും. ആ സിറ്റുവേഷൻസിന് ഏതൊക്കെ പാട്ടായിരിക്കും ആപ്റ്റ് ആയിരിക്കുക എന്നുള്ളത് പാടിത്തരണം. ഓക്കെ, നമുക്ക് നോക്കാം. അപ്പോ എന്തായാലും ഇപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു മഴക്കാലത്തായതുകൊണ്ട് ഒരു മഴക്കാലമാണ് ഇപ്പോ നമ്മുടെ മുൻപിലുള്ളത്. ഏത് പാട്ടായിരിക്കും ആദ്യം ചൂസ് ചെയ്യുക, അല്ലെങ്കിൽ പാടിക്കോളൂ? എനിക്ക് അത് ഫസ്റ്റ് ഓർമ്മ വരുന്നത്, ഞാനിപ്പം എന്റെ റിലീസ് ആവാൻ പോകുന്ന ഒരു പാട്ടുണ്ട്, മഴ എന്ന് പറഞ്ഞാൽ അതിന്റെ പേര് തന്നെ. പക്ഷെ അത് അൺറിലീസ്ഡ് ആയതുകൊണ്ട് ഞാൻ അതിനെ പറ്റി പറയുന്നില്ല. പെട്ടെന്ന് ഓർമ്മ വന്നത് അതാണ്. ശരി ശരി. വേറെ അല്ലാതെ ഒരു പാട്ട് പറയുമ്പോൾ നമുക്ക് എന്തായാലും മഴ റിലീസ് ആയതിനു ശേഷം ഇതേപോലെ ചോദിക്കുമ്പോ ആ ഉത്തരം പാടാം. ഇത് പറയാം. മഴത്തുള്ളികൾ പൊഴിഞ്ഞിടുമീ നാടൻ വഴി, നനഞ്ഞോടിയൻ കുടക്കീഴിൽ നീ വന്ന നാൾ. ആ പാട്ട് പറയാം. ഓ ബ്യൂട്ടിഫുൾ. ഞാൻ ലിസ്റ്റ് ആക്സെപ്റ്റ് ചെയ്തിരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. ഒരു കല്യാണ വീട്ടിലാണ് ഞാനുള്ളത്, അപ്പൊ അങ്ങനെ ഒരു വൈബ് തരാൻ ഏത് പാട്ടാണ് എനിക്ക് തരാം? എനിക്കത് ആദ്യം ഓർമ്മ വരുന്നത് പച്ചക്കിളിക്കൊരു കൂടാണ്. തുടക്കം മാംഗല്യം, തുടക്കം മാംഗല്യം തന്തുനാനേന പിന്നെ ജീവിതം ദുംതനാനേന. ഓക്കെ, എന്തായാലും ഞാനൊരു കംഫർട്ട് സോണിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ ഏത് പാട്ട് കേൾക്കുന്നതായിരിക്കും സൂപ്പർ ആയിരിക്കാം? അതായത് നിങ്ങളുടെ കംഫർട്ട് സോൺ ഞാൻ പറയണോ? ജസ്റ്റ് ഒന്ന് പ്രെഡിക്റ്റ് ചെയ്യൂ. അയ്യോ, അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എന്തായാലും മെലഡി ആയിരിക്കും ഞാൻ ചൂസ് ചെയ്യുള്ളൂ. അപ്പൊ ഒരു മലയാളം മെലഡി അല്ലെങ്കിൽ ഒരു തമിഴ് മെലഡി ആണെങ്കിലും കുഴപ്പമില്ല. ഓക്കെ, തമിഴ് മെലഡി. നീലോത്തി നീലോത്തി ഓ പാട്ട്. ഓ താങ്ക് യു, കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ട പാട്ടാണ്. കണ്ടോ, പ്രെഡിക്റ്റ് ചെയ്തപ്പോ കറക്റ്റ് ആയില്ലേ? ഇതൊക്കെ ഓക്കെ. എന്തായാലും ഞാൻ ഇനി ഒരു ബ്രേക്കപ്പിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഏത് പാട്ട് സജസ്റ്റ് ചെയ്യും? അടിപൊളി. ഉയരേ വന്ന് എന്നോട് കലന്ത് വീട്. ആ പാട്ട് കൊല്ലാനുള്ള ശ്രമമാണല്ലേ? ഓക്കെ, ആയിക്കോട്ടെ. എന്തായാലും ഞാനൊരു സോളോ ട്രിപ്പ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഏത് മൂഡായിരിക്കും, ഐ മീൻ ഏത് പാട്ടായിരിക്കും ആപ്റ്റ് ആയിരിക്കുക? ഒറ്റ പാട്ട്. വാഴായൻ വാഴ്വൈ വാഴലേ താഴാമൽ മേലെ പോകിരേ. ലൈഫ് ഓഫ് റോം. അടിപൊളി. അതുപോലെ ഇനി ഞാൻ റൊമാൻസിലേക്ക് കിടക്കാണ്. ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് ഏത് പാട്ടായിരിക്കും? പെട്ടു. ആദ്യം തമ്മിൽ കാണും ഞൊടിയിൽ ജൂൺ മാസം ആയതുകൊണ്ട് ജൂൺ വിട്ട് നമ്മൾ പോകുന്നില്ല. യെസ്, വളരെ യാദൃശ്ചികമായിട്ടുള്ള കാര്യം. എന്തായാലും ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്ന് പറയുന്ന പോയിന്റിൽ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചിരുന്നോളൂ, കാരണം നമ്മൾ പാട്ട് കേട്ട് വേഗം തന്നെ തിരിച്ചു വരുന്നതായിരിക്കും. 89.6 FM സർഗക്ഷേത്ര. SK Hotspot. വെൽക്കം ബാക്ക് ടു SK ഹോട്ട്സ്പോട്ട്. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് പ്ലേ ബാക്ക് സിംഗർ നിതിൻ കെ ശിവയാണ്. നിതിൻ, നമ്മൾ ആക്ച്വലി നേരത്തെ എനിക്കൊരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിരുന്നു. ആൻഡ് ഞാൻ എടുത്ത് പറയണമല്ലോ, സൂപ്പർ സജഷൻസ് ആയിരുന്നു എല്ലാം. താങ്ക് യു. സത്യം പറഞ്ഞാൽ ഞാൻ ഇതിന് ഭയങ്കര പരാജയമാണ്. എനിക്കൊരു പാട്ട് ചോദിച്ചു കഴിഞ്ഞാൽ അത് സെലക്ഷൻ വരാൻ ഭയങ്കര പാടുള്ള ഏരിയ ആണ്. പക്ഷെ ഇതെന്തോ പെട്ടെന്ന് നടന്നു. അപ്പൊ എനിക്ക് ഭാഗ്യമുണ്ട്. അതെ, ചുമ്മാ പറഞ്ഞാണ് കേട്ടോ. അപ്പൊ എന്തായാലും നേരത്തെ പോയിന്റിൽ, അതായത് നേരത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യനിൽ ഞാൻ സ്റ്റക്ക് ചെയ്ത് നിർത്താൻ പോവാണ്. ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ്, നമ്മുടെ പൂമാനമേ പാട്ടിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഹുക്ക് ചോദ്യം, ലൈക്ക് നമ്മുടെ മമ്മൂക്ക ചോദിക്കുന്ന ചോദ്യമുണ്ട്, ഓസ്ലർ നിങ്ങൾ പ്രണയിച്ചിട്ടുണ്ടോ? അതുപോലെ നിതിൻ നിങ്ങൾ പ്രണയിച്ചിട്ടുണ്ടോ? എന്നോട് ഞാൻ ഇപ്പോഴും പ്രണയിച്ചോണ്ടിരിക്കുക. ഞാൻ മാരീഡ് ആണ്. എന്റെ വൈഫ് ജിനി പീറ്റർ. അപ്പൊ ഞങ്ങൾ ഇപ്പോഴും പ്രണയിച്ചോണ്ടിരിക്കുകയാണ്. വൈഫ് എന്താ ചെയ്യുന്നേ? അവള് ഒരു IT കമ്പനിയിലാണ്, ബാംഗ്ലൂരാണ്. ഓക്കെ. അപ്പോ ഫാമിലിനെ മൊത്തത്തിൽ നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ? നേരത്തെ അച്ഛന്റെ അമ്മയുടെയും പേരുകൾ വന്നു പോയെങ്കിലും നമ്മൾ അവരെ കാര്യമായിട്ട് പരിചയപ്പെട്ടില്ലായിരുന്നു.
അച്ഛന്റെ പേര് KN ശിവരാജൻ, അമ്മ രേഖ. രണ്ടുപേരും റിട്ടയർഡ് ഗവൺമെന്റ് എംപ്ലോയീസ് ആണ്. പിന്നെ അനിയൻ നിവിൻ K ശിവ, അവനിപ്പോ ഫ്ലവേഴ്സ് ടിവിയില് IT എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്തോണ്ടിരിക്കുകയാണ്. ഓക്കെ, ബ്യൂട്ടിഫുൾ. അപ്പൊ മൊത്തത്തിൽ ഞങ്ങളുടെ കുടുംബം സന്തുഷ്ട കുടുംബം അല്ലേ? അതെ അതെ. ഓക്കെ, എന്തായാലും അമ്മയുടെ അടുത്തൊരു പ്രത്യേക അന്വേഷണം എന്റെ ഭാഗത്തുനിന്ന് പറയണം. കാരണം നമ്മുടെ റേഡിയോയുമായിട്ട് ഏറ്റവും കൂടുതൽ ബന്ധമുള്ള ആളല്ലേ വീട്ടില്. അതെ. ഓക്കെ ഓക്കെ. എന്തായാലും ഇപ്പോ നമ്മൾ നേരത്തെ പറഞ്ഞൊരു കാര്യമാണ് റിയാലിറ്റി ഷോസിന്റെ ഒക്കെ ഒരു കാര്യം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഏറ്റവും കൂടുതൽ ഒരു പ്രൊഫഷണൽ സിംഗർ ആവാൻ വേണ്ടി ഒരുപാട് സ്ട്രഗിൾസിലൂടെ പോകേണ്ടി വന്നിട്ടുണ്ടാവും. നേരത്തെ പറഞ്ഞു നമ്മൾ നല്ല എക്സ്പെക്ടേഷനോട് കൂടി ചിലപ്പോൾ ഒരു ട്രാക്കൊക്കെ പാടി അത് ചിലപ്പോൾ ആ സിനിമയിൽ ഇല്ലാതിരിക്കുന്ന ആ ഒരു ബുദ്ധിമുട്ടൊക്കെ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇത്തരത്തിൽ ഏതൊക്കെ ചാലഞ്ചസിലൂടെ മുന്നോട്ട് പോയിട്ടുണ്ട്? എനിക്ക് ബേസിക്കലി പേഴ്സണലി ഉള്ള ഒരു ഇഷ്യൂ ആണ്. എനിക്ക് കുറെ മുമ്പ് വരെ ഞാൻ സ്ഥിരമായിട്ട് ഒരാളുടെ പാട്ടുകൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ആ സിംഗറോ അല്ലെങ്കിൽ എന്താണോ ഞാൻ എന്നിൽ ഇൻഫ്ലുവൻസ്ഡ് ആവുന്നത് അത് ഡയറക്ട്ലി എന്നിൽ ഇൻഫ്ലുവൻസ്ഡ് ആവും. അത് സൂരജ് ചേട്ടന്റെ പാട്ടുകൾ സ്ഥിരമായിട്ട് പാടിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് എനിക്ക് ചേട്ടന്റെ ഒരു ശബ്ദത്തിന്റെ ഒരു ചായ്വ് വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ പ്രദീപ് കുമാറിന്റെ പാട്ടുകൾ ഞാൻ സ്ഥിരമായിട്ട് കേൾക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് പുള്ളിയുടെ സൗണ്ട് ഒരു റിസംബ്ലൻസ് വന്നിട്ടുണ്ടായിരുന്നു. സോ അപ്പൊ അതുകൊണ്ട് ഞാൻ ആ ഒരു സ്ഥിരമായിട്ട് പാട്ടുകൾ കേൾക്കുന്ന ആ ഒരു ഹോബി ഞാൻ മാറ്റി, പർട്ടിക്കുലർ സോങ്സ് കേൾക്കുന്ന ആ ഒരു സ്വഭാവം. അതിന് ശേഷം ആസ് എ മ്യൂസിക് ഡയറക്ടർ എന്ന് കൂടി ചിന്തിക്കുമ്പോഴത്തേക്ക് ഞാൻ ഔട്ട് ഓഫ് നമ്മുടെ ഒരു ബോക്സ് ഉണ്ടല്ലോ, കേരളത്തിലെ പാട്ടുകൾ, തമിഴ്, സൗത്ത് ഇന്ത്യൻ അല്ലാതെ വെസ്റ്റേൺ ക്ലാസിക്സും അങ്ങനെ ഒരുപാട് ഒരു വൈഡ് റേഞ്ച് ഓഫ് കളക്ഷൻസ് ഞാനിപ്പോ കേൾക്കുന്നുണ്ട്. സോ അപ്പൊ അതുകൊണ്ട് എനിക്കിപ്പോ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടില്ല. അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ചലഞ്ച് ആയിരുന്നു, എന്റെ ഒരു യുണീക്നെസ്സിലേക്ക് ശബ്ദം മാറ്റി കൊണ്ടുവരാന്ന് പറയുന്നത്. പിന്നെ ഉറപ്പായിട്ടും ശരിക്കും ഒരു സിംഗറിന്റെ ഏറ്റവും ഒരു എന്താണ് ഒരു വലിയ ആയുധം എന്ന് പറയുന്നത് ആ സൗണ്ട് തന്നെയാണ്. അതും വെർസറ്റൈൽ ആയിട്ട് ഭയങ്കര യുണീക്കായിട്ട് നിൽക്കുമ്പോൾ തന്നെയാണ് അതിൻ്റെ ഒരു പവർ അല്ലെങ്കിൽ അതിൻ്റെ ബ്യൂട്ടി ആളുകൾ മനസ്സിലാക്കുക. അപ്പോൾ അത്രയും യുണീക്കായിട്ടുള്ള ഒരു വോയിസ് തന്നെയാണ് നിതിൻ്റെ കേട്ടോ. എനിക്ക് അങ്ങനെ ഒരു റെസ്പോൺസ് അധികം തോന്നിയിട്ടില്ല. എന്തായാലും ഇനി ഇപ്പൊ ഞാനതില് ഭയങ്കര ഓക്കെ ആണ്. പക്ഷെ നേരത്തെ പലരും വന്നിട്ട് നല്ല രീതിക്കാണ് അവര് കമന്റ് പറയുന്നത്. ചേഞ്ച് വരുത്താണെങ്കിൽ അതെ റെക്ടിഫൈ ആണെങ്കിൽ നല്ലതല്ലേ അല്ലേ? ഓക്കെ, എന്തായാലും ആ ചലഞ്ചസിൽ നിന്ന് കുതിച്ച് പാഞ്ഞതിനിരിക്കട്ടെ ഒരു അടിപൊളി പാട്ട് റേഡിയോയിൽ വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, നിതിന്റെ വിശേഷങ്ങളുമായിട്ട് നമ്മൾ തിരിച്ചെത്തും. ഓൺ ദി വേ ആണ്. 89.6 FM സർഗക്ഷേത്ര. SK Hotspot. വെൽക്കം ബാക്ക് ടു SK Hotspot. ഇന്ന് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കാരണം എനിക്ക് പാട്ടൊക്കെ പാടാൻ എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടിനെ അവിടെ കിട്ടിയിട്ടുണ്ട് അല്ലേ? ഹലോ, നമ്മുടെ കൂടെ ഇന്ന് ജോയിൻ ചെയ്തിരിക്കുന്നത് പ്ലേ ബാക്ക് സിംഗർ നിതിൻ K ശിവയാണ്. നിതിൻ, ഞാൻ എന്തായാലും ഇനി അടുത്ത ഒരു ഘട്ടത്തിലേക്ക്, ഒരു ഫണ്ണി ഇൻസിഡന്റിലേക്ക്, എന്റെ ചോദ്യത്തിൽ ഫണ്ണി ഉണ്ട്, അവിടെ നിന്ന് ഉത്തരം കിട്ടുമോ എന്ന് എനിക്കറിയില്ല. വേറൊന്നല്ല, ഇപ്പോ സ്റ്റേജിലോ അല്ലെങ്കിൽ ഏതെങ്കിലും റെക്കോർഡിങ്ങിന്റെ സമയത്തോ ഭയങ്കര തമാശപരമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നടന്നിട്ടുണ്ടോ? വല്ല അബദ്ധങ്ങൾ പറ്റേ, പാടുന്നതിന്റെ ഇടയ്ക്ക് വരികൾ മറന്നു പോവേ, അങ്ങനെ എന്തെങ്കിലും ഒരു ഫണ്ണി ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ടോ? വരികൾ മറന്നു പോകുന്നതൊക്കെ സ്ഥിരമായിട്ട് സംഭവിക്കാറുള്ളതാ. പക്ഷെ എനിക്ക് പേഴ്സണലി ചിരി വരുന്ന സാധനങ്ങൾ എന്ന് പറയുന്നത്, ഞാൻ ചില സമയത്ത് നമ്മൾ സ്റ്റേജിൽ എന്റെ കൂടെ കോ ആർട്ടിസ്റ്റുകൾ ഉണ്ടാവുമല്ലോ, അപ്പൊ അവരുടെ അടുത്ത് സംസാരിക്കുന്നത് ജസ്റ്റ് ഒരു പാട്ട് കഴിഞ്ഞിട്ട് മൈക്ക് എടുത്ത് മാറ്റാൻ ഞാൻ മറന്നു പോകും. ഡയറക്ട്ലി അവരുടെ അടുത്ത് സംസാരിക്കും. അത് ചിലപ്പോ കേൾക്കും, അങ്ങനെ കേട്ടിട്ടുണ്ട്. അപ്പൊ അത് നാട്ടുകാർക്ക് അതൊരു പ്രോബ്ലം അല്ല. പക്ഷെ ഞാൻ പിന്നീട് ആലോചിക്കുമ്പോഴത്തേക്ക് ഇത് അവര് കേട്ടല്ലോ എന്നുള്ളൊരു ചളക്കുണ്ടല്ലോ, അങ്ങനെ തോന്നിയിട്ടുണ്ട്. അപ്പൊ മൈക്ക് ഓഫ് ചെയ്യുക എന്ന് പറയുന്നത് ഇപ്പോ മനസ്സിൽ എപ്പോഴും ഭയങ്കര വിജിലന്റ് ആയിരിക്കുന്ന ഒരു സംഭവമായിരിക്കുമല്ലോ. അതെനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന സീൻ എന്ന് പറയുന്നത് തട്ടത്തിമറയത്തില് അജി വർഗീസ്. ഞാൻ ആക്ച്വലി ഇപ്പൊ കറക്റ്റ് എന്റെ മനസ്സിലത് വരുമായിരുന്നു. ഞാൻ പിന്നെ അത് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ ആയിരിക്കും എന്ന് അറിയുമ്പോഴാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് പറഞ്ഞത്. അത് കറക്റ്റ്. ഞാൻ പക്ഷെ അങ്ങനെ പേടിയൊന്നുമല്ല പറഞ്ഞത്, നോർമലി ഉള്ള കാര്യങ്ങൾ തന്നെ. ഓക്കെ, പക്ഷെ അത് നമ്മൾ ആ ഒരു മൊമെന്റിൽ ചിലപ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് അല്ലെങ്കിൽ വളരെ ഫാസ്റ്റ് ആയിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന എന്തെങ്കിലും കാര്യമായിരിക്കും. പക്ഷെ അത് നാട്ടുകാർ കഴിയുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ആ ഒരു ചമ്മലല്ലേ? ഓക്കെ, എന്തായാലും അല്ല, എനിക്കും അങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ടാവാറുണ്ട്, അതുകൊണ്ട് പിന്നെ എനിക്ക് മനസ്സിലാവും. പൊതുവേ നമ്മൾ ഈ എന്തെങ്കിലും സ്പെഷ്യൽ പ്രോഗ്രാംസ് ലൈക്ക് ഇപ്പോൾ ഭയങ്കര സ്പീക്കറൊക്കെ വെച്ചിട്ട് നമ്മളൊരു ചെറിയ സ്പേസിലാണെങ്കിൽ അങ്ങനെ പോകുന്ന പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനെ ആവുമ്പോഴാണ് കൂടുതൽ പണി കിട്ടാറ്. യെസ്, അതാണ്. അപ്പൊ കിട്ടുന്ന റിയാക്ഷനും അടുത്തായിരിക്കും. ഓക്കെ, എന്തായാലും ഈ മൊമെന്റില് എനിക്കൊരു പാട്ട് ഗിഫ്റ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു പാട്ട് പറയാൻ പറ്റുമോ?
പെട്ടെന്ന് എനിക്ക് ഒരു പാട്ട് ഞാൻ വീട് സ്റ്റക്കായി. ചേടാ കഷ്ടമായല്ലോ. എന്തായാലും ഇത് സ്റ്റക്ക് ആവാൻ സമ്മതിക്കില്ല. എന്തെങ്കിലും ആലോചിച്ചോളൂ വേഗം. ഭീഷണിയുടെ സ്വരമാന്നൊക്കെ. കൂടെ പിറന്നൊരു സജസ്റ്റ് ചെയ്യാം. നമ്മുടെ വാഴ 2-നകത്തെ. ഓക്കെ. അറിയാതെ പറയാതെ ഇരു കോണിൽ കഴിയല്ലേ, ഒരു നാളിൽ മറയുമ്പോൾ അകമാകെ ഉരുകല്ലേ, തമ്മിൽ പിണങ്ങി പോകല്ലേ, കൂടെ പിറന്നവരല്ലേ, നമ്മൾക്ക് നാം തന്നെയല്ലേ, കൂടെ പിറന്നവരല്ലേ. ഓക്കെ. ഞാനേ പണ്ട് നമ്മൾ ഒരു സിനിമയിൽ കണ്ടിട്ടുണ്ട്, നിലത്ത് കിടക്കുന്നവനെ അടിക്കരുതെന്ന് എന്റെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറയില്ലേ. അനിയ ആ ഒരു വൈബിലേക്ക് ഞാൻ എത്തിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ആക്ച്വലി ഈ പാട്ടിനെ പറ്റി ചോദിക്കാൻ ഇരിക്കുമായിരുന്നു. കാരണം സോഷ്യൽ മീഡിയയിൽ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ നല്ല രീതിയിൽ റീവാച്ച് ചെയ്തിരുന്ന ഒരു റീലായിരുന്നു നിതിന്റെ ഈ വാഴ 2-ലെ കൂടെ പിറന്നവർ എന്ന് പറയുന്ന സോങ്. ആണോ? എനിക്ക് ഭയങ്കരമായിട്ട് ആക്ച്വലി അത് ഇഷ്ടപ്പെട്ടു. എനിക്ക് ഭയങ്കരമായിട്ട് കണക്ട് ആയി. ഞാൻ ആ കമന്റ് സെക്ഷൻ നോക്കിയപ്പോൾ ഭയങ്കര ഹാപ്പി ആയി. കാരണം പാടിയിരിക്കുന്ന ആള് അല്ലെങ്കിൽ തിങ്ക് മ്യൂസിക് ഒക്കെ കൊളാബ് ചെയ്തിട്ടുണ്ട് അല്ലേ. എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരുപാട് സന്തോഷമായി കണക്ട് ആ പാടെന്നെ കേട്ടപ്പോഴേ. ഷോ ഓക്കെ. എന്തായാലും ഇങ്ങനത്തെ റെസ്പോൺസ് കിട്ടുന്നതിൽ സന്തോഷം. ഓക്കെ. എന്തായാലും പാട്ട് ഇഷ്ടമുള്ള ആളുകളാവുമ്പോ നമ്മൾ അറിയാതെ നമ്മുടെ ഫീഡിലേക്ക് വരുമല്ലോ. ഓൾറെഡി അങ്ങനെ വന്നതാണ്. ഓക്കെ. എന്തായാലും പാട്ട് വന്ന വഴിയെ പറ്റിയിട്ടൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേ വേറൊരു പാട്ട് നമ്മുടെ വഴിയിൽ നിൽക്കുന്നുണ്ട്. അപ്പൊ ആ ട്രാക്കിനൊന്ന് കയറ്റി വിട്ടേക്കാം അല്ലേ. ശരി. ഓക്കെ. SK ഹോട്ട്സ്പോട്ട് ആണ് കേൾക്കുന്നത് കേട്ടോ. 89.6 FM സർഗക്ഷേത്ര. SK ഹോട്ട്സ്പോട്ട്. യെസ്, ഇന്ന് നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നത് നിതിൻ കെ ശിവയാണ്. നിതിൻ ഒരുപാട് വിശേഷങ്ങളുമായിട്ട് നമ്മുടെ കൂടെ തന്നെ ഇന്ന് ജോയിൻ ചെയ്തിരിക്കുകയാണ്. അപ്പോഴാണ് ഞാനൊരു ഒരു ട്രാൻസ്ലേറ്ററിനെ ഇവിടെ കണ്ടുപിടിച്ചിരിക്കുന്നത്. ഞാൻ പറയാൻ പോകുന്നത് ലൈല ഗമേ എന്ന് പറയുന്ന പാട്ടിനെ പറ്റിയിട്ടാണ്. എസ്ട്ര മൂവിയിൽ നമ്മൾ ഒരുപാട് എൻജോയ് ചെയ്ത അത്രയും റിപ്പീറ്റ് വാല്യൂ ഉള്ള ഒരു സോങ് ആയിരുന്നു ലൈല ഗമേ. ആൻഡ് എനിക്ക് തോന്നുന്നു ആ പാട്ടിന്റെ ട്രെൻഡ് കഴിഞ്ഞിട്ടും ആ പാട്ട് നമ്മളെല്ലാവരും പാടി നടന്നിട്ടുണ്ട്, നമ്മുടെ സ്റ്റാറ്റസ് ആക്കിയിട്ടുണ്ട്. നമ്മുടെ ലവറിന്റെ ഫോട്ടോസ് ഒക്കെ വെച്ചിട്ട് ചിലപ്പോൾ നമ്മൾ ഈ പാട്ടൊക്കെ ഇട്ടിട്ടുണ്ടാവും. സ്റ്റിൽ ആ പാട്ട് നമ്മുടെ പ്ലേലിസ്റ്റ് ഭരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. അപ്പോൾ ലൈല ഗമേ എന്ന് പറയുന്ന അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ട്രാക്കിന്റെ തമിഴ് വേർഷൻ ഉണ്ടെങ്കിൽ ദാ ഇതുപോലെ ഇരിക്കും. ആരാണാവോ, ആരോ ഇങ്ങനെ ഒരു ആള് പാടുന്നുണ്ടായിരുന്നു. അറിയോ അതാരാണ്? ഞാൻ തന്നെയാണ്. എങ്കിലേ നമുക്ക് ആ ഒറിജിനൽ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു റീലൊന്ന് കേട്ടിട്ട് വന്നാലോ. റീലിന്റെ ഒരു ഓഡിയോ വേർഷൻ കേട്ടാലോ. ഇപ്പോ നീ പേസും ഒരു വാർത്തയ്ക്കുൾ പല അർത്ഥങ്ങൾ അറിந்தே உன் பேச்சில் எழும் சத்தத்தில் அலையோசைகள் உணர்ந்தே கண் கூசும் பார்வைகள் கைரண்டும் தோகைகள் நான் தீட்டும் ஓவியம் போ என் காதலே உனை கேட்கிறேன் மறைக்காதடி காதலை என்னிடம் வாழ்நாளுமே உனை தாங்குவேன் விலகாதடி நாளுமே നെഞ്ചമേ. സോ എനിക്ക് എന്താ പറയണ്ടേന്നില്ല. കാരണം ഞാൻ അത്രയും ഇഷ്ടപ്പെട്ട ഒരു റീമേക്ക് ആയിരുന്നു. എങ്ങനെയാണ് ഇങ്ങനെ ഒരു നിഗമനത്തിലേക്ക് എത്തിയത്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഡിസിഷനിലേക്ക് എത്തിയത്? ഇത് ആക്ച്വലി എന്റെ തീരുമാനമായിരുന്നില്ല. എന്റെ ഫ്രണ്ട് ഉണ്ട്, ഹീസ് ആക്ച്വലി തമിഴൻ. അവന്റെ പേര് ലോകേഷ് എന്നാണ്, ചെന്നൈയിലാണ്. കനകരാജ്? അപ്പൊ അല്ലല്ല, ഇത് ലോകേഷ് സമ്പത് കുമാർ. അപ്പൊ ഞങ്ങൾ കുറെ ട്രാക്സ് ഇങ്ങനെ ഇൻഡിപെൻഡൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. തോരാതയുടെ കൂടെ ഒക്കെ ഇറങ്ങിയ കുറെ ഇൻഡിപെൻഡൻസ് അവനും എഴുതിയിട്ടുള്ളതാ. അപ്പൊ അവൻ
ഇതല്ല, ഇതിന് മുന്നേ നമ്മുടെ ഉയിരിൽ തോടും ഇല്ലേ, ആഹാ. ഉയിരിൽ തോടും ഇങ്ങനെ എടാ ഞാൻ ഇതിന്റെ തമിഴ് ഒന്ന് ട്രൈ ചെയ്തിട്ടുണ്ട്, നീ ചുമ്മാ പറ്റുമെങ്കിൽ പാടി നോക്കെന്ന് പറഞ്ഞിട്ട് ഇതുപോലെ ചുമ്മാ എഴുതിയിടുന്നത് എനിക്ക് അയച്ചു തരും. ശരി. അങ്ങനെ അവൻ എഴുതിയിട്ടിരുന്നത് എനിക്കൊരു ടൈം കിട്ടിയപ്പോ ഞാൻ ജസ്റ്റ് സ്പെൻഡ് ചെയ്ത് നോക്കിയതാ വർക്ക്ഔട്ട് ആവുമെന്ന്. അങ്ങനെ ചെയ്തത് എടുത്ത് വെച്ച് അങ്ങ് ചെയ്തു. അത് പിന്നീട് ക്ലിക്ക് ആവുമോ ഇല്ലയോ എന്നൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. അങ്ങ് ചെയ്തു. എന്റെ മിക്ക പാട്ടുകളും ഞാൻ അങ്ങനെയാണ് ചെയ്യാറ്. ആൾക്കാർക്ക് ഇഷ്ടപ്പെടുത്താൻ വേണ്ടിയിട്ട് ഞാൻ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യാറില്ല. കണ്ടാൽ സന്തോഷം, കണ്ടില്ലെങ്കിൽ അയ്യോ എന്റെ വിധി എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ പോലാണ്. അങ്ങനെ ഹിറ്റായതാണിത്. പക്ഷേ ഇത് എടുത്തു പറയണല്ലോ, ലോകേഷ് ബ്രോന്റെ അടുത്ത് എന്റെ വക ഒരു സ്പെഷ്യൽ താങ്ക്സ് പറയണം കേട്ടോ. ഇങ്ങനെ ഒരു പ്ലാൻ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞതിന് എന്റെ വക ഒരു സ്പെഷ്യൽ താങ്ക്സ് പറയണേ. ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാട്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വേർഷൻ അതിനുണ്ട് എന്ന് ഞങ്ങളെ അറിയിച്ചതിന്. ഓക്കെ, അതെ ഞാൻ എന്തായാലും ഉറപ്പായിട്ടും പറയാം. ആൻഡ് എനിക്കിതൊരു നല്ലൊരു മൊമെന്റ് ആയിട്ട് തോന്നുന്നു. ലോകേഷിന്റെ കാര്യം പറഞ്ഞപ്പോ, ലോകേഷും ഞാനും കൂടെ കൊളാബ് ചെയ്തിട്ട് ഞങ്ങളുടെ അടുത്ത ഇൻഡിപെൻഡന്റ് നിലാവേ എന്നാണ് അതിന്റെ പേര്. അത് ഉടനെ റിലീസ് ആവും. ഉടനെ മീൻസ് നെക്സ്റ്റ് വീക്ക് തന്നെ അത് റിലീസ് ആവും. അതിന്റെ വീഡിയോ റിലീസ് ആവുന്നുണ്ട്. സോ എല്ലാവരെയും ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കൂടെ അറിയിക്കും. ഇങ്ങനെ അറിയിക്കുന്നു, വരിക കേൾക്കുക. അത്രേ ഉള്ളൂ. അപ്പൊ ഒരുപാട് സന്തോഷം ലോകേഷ് ചേട്ടനോടും ഞാൻ പറയാണ്. ഞാൻ നേരത്തെ ലോകേഷ് കനകരാജ് എന്ന് പറയാനുള്ളത് നമുക്കറിയാലോ, നമുക്ക് അങ്ങനെ വരുള്ളൂ ആദ്യം. പുള്ളി ആക്ച്വലി നമ്മുടെ ലോകേഷ് ബ്രോയും മ്യൂസിക്കിൽ ഈ ഒരു ടീമിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. അല്ല, അവൻ ആക്ച്വലി IT ഡെവലപ്പർ ആണ്. അങ്ങനെ വർക്ക് ചെയ്യുന്നതാണ്. പക്ഷെ അവന് ഇൻട്രസ്റ്റ് ഉണ്ട്, ഇതിപ്പോ പാഷനാണ് മ്യൂസിക് വരി എഴുതുക എന്നുള്ളത്. ശരി. കുറെ പാട്ടുകൾ അവനുണ്ട്. എന്തായാലും ഈ ഒരു ക്യൂട്ട് മൊമെന്റിൽ നമുക്കൊരു പാട്ട് വളരെ അത്യാവശ്യമാണ്. എനിക്ക് തോന്നുന്നു ലൈലാഗമ്മയുടെ ഒറിജിനൽ വേർഷൻ തന്നെയായിരിക്കും ഈ സമയത്ത് ഏറ്റവും ആപ്റ്റ് ആയിരിക്കുക. സോ നമുക്ക് ആ ബ്യൂട്ടിഫുൾ സോങ് തന്നെ കേട്ടാലോ? ഓക്കെ, ആ പാട്ട് വരുന്നുണ്ടേ, കൂടെ തിരിച്ച് ഞങ്ങളും വരും. 89.6 FM സർഗക്ഷേത്ര. SK Hotspot. വെൽക്കം ബാക്ക് ടു SK ഹോട്ട്സ്പോട്ട്. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് പ്ലേബാക്ക് സിംഗർ നിതിൻ കെ ശിവയാണ്. നിതിൻ, ഞാൻ വീണ്ടും ഒരു റാപ്പിഡ് ഫയർ ഗെയിമുമായിട്ട് വരുന്നതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടോ? ഒരു ബുദ്ധിമുട്ടുമില്ല. കണ്ടോ സാർ, ആ പറയുന്ന അവരുടെ സ്പിരിറ്റ് കണ്ടില്ലേ? അതെ, അപ്പൊ നമുക്ക് തുടങ്ങാം. ഞാൻ ചോദിക്കാൻ പോവാണ്, ഒരു ഡ്യുവറ്റ് പാടാനായിട്ടുള്ള ഒരു ചാൻസ് വരാണേ. ഓക്കെ, ആരുടെ കൂടെ പാടാനായിരിക്കും ഏറ്റവും ഇഷ്ടം അല്ലെങ്കിൽ ആഗ്രഹം? I would like to say Neha Nair. Neha Nair. ആഹാ, കൊള്ളാലോ. ഓക്കെ, ബെസ്റ്റ് ഫ്രണ്ട് ആണോ? അത് ഭയങ്കര ഡിഫറെന്റ് അല്ലേ? അതെ, കൊള്ളാം. എന്തായാലും പറയത്തില്ല. അതെ, അപ്പൊ നേഹ നായറിന്റെ അടുത്ത് ഈ ഒരു കാര്യം എത്തിക്കണം ഇപ്പൊ തന്നെ. ഓക്കെ, എന്തായാലും അടുത്ത ക്വസ്റ്റ്യൻ, സ്റ്റേജ് ഷോ ഓർ സ്റ്റുഡിയോ റെക്കോർഡിംഗ്, ഏതായിരിക്കും ഏറ്റവും കംഫർട്ടബിൾ അല്ലെങ്കിൽ ഏറ്റവും ചാലഞ്ചിങ്? നോ ഡൗട്ട്സ് സ്റ്റേജ് ഷോ. ഓക്കെ, അടുത്തത് ചാലഞ്ചിങ്. രണ്ടും ചാലഞ്ചിങ് ആണ്. പക്ഷെ കുറച്ചും കൂടെ നമുക്ക് നമ്മളായിട്ട് തന്നെ ഫ്രീ ആയിട്ട് നിൽക്കാൻ പറ്റുന്ന ഒരു സ്പേസ് സ്റ്റേജ് ആണ്. ഇമ്മീഡിയറ്റ് ആയിട്ട് ഓഡിയൻസിന്റെ റെസ്പോൺസും കിട്ടും. അതൊരു എനർജി ബൂസ്റ്റിംഗ് ആണ്. അതെ, നമ്മുടെ കോൺഫിഡൻസിനെ ഏറ്റവും കൂടുതൽ ബൂസ്റ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രോഗ്രാം ആയിരിക്കും, ലൈക്ക് ഒരു ഇവന്റ് ആയിരിക്കും ഈ കോൺസേർട്സ് അല്ലേ? അതെ, സ്റ്റുഡിയോയിലാകുമ്പോഴത്തേക്ക് ഒരു മുറിക്കകത്ത് നമ്മളൊരു ക്ലോസ്ഡ് സർഫേസിലാണെന്നുള്ളൊരു ഫീല് നമുക്ക് എപ്പോഴും ഉണ്ടാവും. മറ്റേത് അങ്ങനില്ല, നമ്മൾ എത്ര തുറന്നു പാടിയാലും അതങ്ങ് പൊക്കോളും എന്നുള്ളൊരു ഫീലാണ്. അതെ, അതുപോലെയുള്ള ഒരു ഓഡിയൻസിനെ കൂടി കിട്ടുകയാണെങ്കിൽ പിന്നെ പറയണ്ട, 100-ൽ 100. അത് കിട്ടാറുണ്ട്, അത് ഭയങ്കര സന്തോഷമാണ്. അതെ, ലൈക്ക് ആ ഒരു റെസ്പോൺസ് കിട്ടിയപ്പോ തന്നെ എനിക്ക് മനസ്സിലായി അത് അത്രയും ഹാപ്പിനെസ് തരുന്ന ഒരു മൊമെന്റ് ആണെന്നുള്ളത്. എന്തായാലും ആ ഹാപ്പിനെസ്സിൽ തന്നെ അടുത്ത ക്വസ്റ്റ്യൻ, ഏറ്റവും കൂടുതൽ അഡ്മയർ ചെയ്യുന്ന ഒരു സിംഗർ? നിതിൻ ഏറ്റവും കൂടുതൽ അഡ്മയർ ചെയ്യുന്ന ഒരു സിംഗർ ആരാണ്? ഇപ്പൊ അങ്ങനെ പർട്ടിക്കുലർ ആയിട്ട് ആരെയും പറയാൻ പറ്റില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാനിപ്പോ കുറെ വൈബ്രന്റ് ആയിട്ട് ഒരു വൊക്കാബുലറി ഭയങ്കരമായിട്ട് അങ്ങ് ഇൻക്രീസ് ആയിട്ടുണ്ട്. അപ്പൊ പുറത്തുനിന്നുള്ള ആൾക്കാരുടെ പാട്ടുകളൊക്കെ ഇങ്ങനെ കേൾക്കുന്നത് കൊണ്ട് ഇവിടുത്തെ ഇപ്പൊ സ്ഥിരമായിട്ടുള്ള കേൾവികളൊക്കെ കുറഞ്ഞു. പക്ഷെ ഞാൻ മലയാളത്തിൽ സ്ഥിരമായിട്ട് കേൾക്കുന്ന ഒരു പാട്ടുകാരൻ എന്ന് പറയുന്നത് MS ബാബുരാജാണ്. ബാബുക്ക. എത്ര കേട്ടാലും മടുക്കാത്ത ഒരു പ്ലേലിസ്റ്റ് ആണത്. എങ്കിൽ നമുക്ക് ബാബുക്കയുടെ ഏതെങ്കിലും ഒരു അടിപൊളി പാട്ട് കേൾക്കണം ഇപ്പൊ. പിന്നെന്താ, ഒരു പുഷ്പം മാത്രമെൻ പൂങ്കുലയിൽ നിർത്താം ഞാൻ, ഒടുവിൽ നീ എത്തുമ്പോൾ ചൂടിക്കുവാൻ, ഒരു ഗാനം മാത്രമെൻ ഹൃദയത്തിൽ സൂക്ഷിക്കാൻ, ഒടുവിൽ നീ എത്തുമ്പോൾ ചെവിയിൽ മൂടാൻ.
അരേ വാ, അടിപൊളി അടിപൊളി അടിപൊളി. ഇപ്പൊ ഭയങ്കര സന്തോഷം അത് കേൾക്കുമ്പോ. എന്തായാലും എനിക്ക് തോന്നുന്നു ബാബു സാറിന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു ഗിഫ്റ്റ് തന്നെയായിരിക്കും ഇത്, അല്ലേ? അയ്യോ, അങ്ങനൊന്നും ഞാൻ പറയുന്നില്ല. അതെ, ഞാൻ പറയുന്നു, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. കൊള്ളാം, നൈസ്. അടുത്ത ക്വസ്റ്റിലേക്ക് ഞാൻ പോകാനായിട്ട് ഉദ്ദേശിക്കുന്നു. എന്റെ കൂടെ വരുമോ? നമ്മൾ ഒരുമിച്ചാണ് ഇനി അങ്ങോട്ട്. ഓക്കെ. എന്തായാലും ഒരു സോങ്, ആ സോങ്ങിൽ നിന്ന് എനിക്ക് മാറാൻ പറ്റുന്നില്ല, അതിൽ അകപ്പെട്ടു പോയി എന്നിപ്പോ തോന്നുന്ന ഏതെങ്കിലും ഒരു പാട്ട് ഏതായിരിക്കും? ഞാൻ എപ്പോഴും എന്റെ ഹാപ്പിനെസ് പില്ലായിട്ട് കൊണ്ടു നടക്കുന്ന ഒരു പാട്ടാണ്. ഞാൻ നേരത്തെ നേഹ ചേച്ചിയുടെ കാര്യം പറഞ്ഞതുപോലെ പുള്ളിക്കാരിയുടെ ഒരു പാട്ടാ. മന്ദാരക്കാറ്റേ തളിരോലക്കാറ്റ് നേരത്തെ കാലത്തെ പോകാം. എപ്പോഴേലൊക്കെ ഭയങ്കര ഒരു ഞാൻ അത് വരുന്നു വിചാരിച്ചു. ഇപ്പൊ പാടൂ അത്. എനിക്ക് എന്താണെന്ന് അറിയത്തില്ല, ആ പാട്ട് എന്റെ മൂഡ് ഓഫ് ആണെങ്കിൽ ഞാൻ ആ പാട്ട് കേട്ട് കഴിഞ്ഞാൽ എനിക്ക് ഒരുവിധമൊക്കെ ഞാൻ ഓക്കെ ആവും. ആണോ? എങ്കിൽ നമ്മുടെ റേഡിയോ ഇടയ്ക്ക് ഓൺ ആക്കി വെച്ചോട്ടോ. നമുക്ക് ഈ പാട്ട് നമ്മുടെ എന്റെ ഒരു കംഫർട്ട് സോൺ ആണ് പലപ്പോഴും. ആണോ? അത് ശരി. എനിക്ക് ആ വീഡിയോ കാണുമ്പോഴും ഭയങ്കര ഒരു സമാധാനം കിട്ടാറുണ്ട് കേട്ടോ. രണ്ട് കുട്ടീസും, നമുക്കറിയാം സിനിമയിൽ എന്താ ഉണ്ടാവുന്നതെന്ന്, എങ്കിലും അവർ രണ്ടുപേരും ഫോട്ടോസ് എടുക്കാനായിട്ട് അണിഞ്ഞൊരുങ്ങി ഇങ്ങനെ പോകുന്നതും ഭയങ്കര ഒരു നാച്ചുറൽ ഫീലിംഗ് നമുക്ക് തരുന്ന ഒരു പാഠമാണ്, അല്ലെങ്കിൽ ആ ഒരു സീനാണ് ആ പാട്ട്. യെസ്, എവിടേക്കോ ഭയങ്കര ഭൂമിയായിട്ട് കണക്ട് ചെയ്ത് പ്രകൃതിയും അതൊക്കെ കണക്റ്റഡ് ആണെന്നുള്ളൊരു തോന്നൽ. എനിക്ക് എന്തോന്ന് അറിയില്ല, ഇത്തരത്തിൽ ചെറിയ കുറച്ച് പാട്ടുകളുണ്ട്. ഈ പാട്ടുകൾ കേൾക്കുന്ന സമയത്ത് ഭയങ്കര ഒരു കൂളിംഗ് ഫീൽ, എനിക്ക് ഭയങ്കര കംഫർട്ട് ഫീൽ ചെയ്യും. അതുപോലെയുള്ള പാട്ടുകൾ അല്ലേ? ഓക്കെ. എന്തായാലും അടുത്ത ക്വസ്റ്റ്യനിലേക്ക് ഞാൻ പോവാണ്. ഒരു കമ്പോസറിന്റെ കൂടെ ഭയങ്കരമായിട്ട് വർക്ക് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അത് ആരായിരിക്കും? അയ്യോ, അത് കണ്ടമാനം ഉണ്ട്. പക്ഷെ ഒരൊറ്റ ആളുടെ പേര് പറയാൻ പറ്റുള്ളൂ. കണ്ണും പൂട്ടി ഒരെണ്ണം പറഞ്ഞോ. ഒരാളെന്ന് പറയുമ്പോഴത്തേക്ക് എനിക്ക് ആക്ച്വലി സഞ്ജിത് ഹെഗ്ഡയുടെ കൂടെ വർക്ക് ചെയ്യാൻ ഭയങ്കര അടിപൊളി അടിപൊളി. അറിയാലോ അല്ലേ? ആ പിന്നെ എന്തായാലും അല്ല, എല്ലാവർക്കും അറിയില്ല, അതുകൊണ്ട്. ഓ അങ്ങനെ. ഓടും കുതിര ചാടും കുതിര ഒക്കെ അദ്ദേഹത്തിന്റെ വർക്ക്സ് ഒക്കെ നമ്മൾ കേട്ട്. അനില രാജ മലയാളത്തിൽ പാടിയിട്ടേ ഉള്ളൂ, കന്നഡയിലാണ് പുള്ളി കൂടുതലും കമ്പോസ് ചെയ്തിട്ടുള്ളത്. അതെ 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 അതെ. അയ്യോ, എന്തായാലും സഞ്ജിത് ഹെഗ്ഡയുടെ കൂടെ വർക്ക് ചെയ്യാനുള്ള ഭാഗ്യം ഏറ്റവും അടുത്ത് തന്നെ ഉണ്ടാവട്ടെ. കാരണം കുറെ പേരിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട പേരാണ്. അപ്പൊ അതിന് കുറച്ചധികം സ്പെഷ്യൽ, അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ പ്ലേസ് ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു, അല്ലേ? ഓക്കെ. സോ അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കുമ്പോ ചിലപ്പോ ഒരു ചെറിയ കുട്ടിയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്, എങ്കിലും കുഴപ്പമില്ല. മമ്മൂക്ക ഓർ ലാലേട്ടൻ? ഇത് ആക്ച്വലി എപ്പോഴും ഞാൻ കുട്ടിയായിരിക്കുമ്പോഴത്തേക്ക് ഞാൻ ഭയങ്കര ചായ എടുത്ത് പറയുമായിരുന്നു. പക്ഷെ ഇപ്പൊ എനിക്ക് അങ്ങനെ ഒരു രണ്ടുപേരിലും ഒരു സെലക്ഷൻ പ്രോസസ് ഇല്ല. ഒബ്വിയസ്ലി ആക്ടിംഗ് വൈസ് നോക്കുമ്പോഴത്തേക്ക് ലാലേട്ടന്റെ പെർഫോമൻസ് ആണ് കുറച്ചും കൂടി ഇഷ്ടം. പക്ഷെ എന്നിരുന്നാൽ കൂടി എനിക്ക് രണ്ടുപേരെയും ഒരുപോലെയാണ്. എനിക്ക് അങ്ങനെ ഒരു ചായവില്ല. ആരെ കണ്ടാലും ഞാൻ കണ്ടോണ്ടിരിക്കും. എനിക്ക് അത്രയും ഭയങ്കര ഇഷ്ടമാണ്. അതാണ് അവരുടെ പവർ, അല്ലെ? എന്റെ ഏറ്റവും വലിയൊരു ഡ്രീമായിട്ട് ഞാൻ കുറച്ച് ദിവസം ഞാനിങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുകയായിരുന്നു. ഇപ്പൊ തുടരമൊക്കെ വന്നില്ലേ? അതെ. അപ്പൊ അതുപോലെ എനിക്കൊരു ചാൻസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ അനിരുദ്ധിനെയൊക്കെ പോലെ എനിക്ക് ഷോൾഡർ ചെയ്യാൻ ഞാൻ മമ്മൂക്കെ ഇപ്പൊ ബൂസ്റ്റ് ചെയ്ത് തരാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ഫയർ എനിക്ക് വന്നായിരുന്നു. ഷെടാ, അതെന്തായാലും ആ ഒരു ഡ്രീം ഉണ്ടെങ്കിൽ അത് വേഗം തന്നെ നടക്കട്ടെ കേട്ടോ. നമുക്ക് അങ്ങനെ ഒരു വേർഷൻ കാണാലോ ഇതിന്റെ. ഒന്ന് ശ്രമിച്ചു നോക്കട്ടെ. ഓ, അടിപൊളി അടിപൊളി, നൈസ്. എന്തായാലും ആ ശ്രമത്തിന് വേണ്ടി, നമ്മുടെ ലാലേട്ടനും മമ്മൂക്കും വേണ്ടി നമുക്ക് രസികനിലെ ആ ഒരു ഫാൻ ഫൈറ്റ് സോങ് കേട്ടാലോ? ഓക്കെ. ആ പാട്ട് തന്നിട്ടുള്ള ഒരു ഓളം, അല്ലെങ്കിൽ നമ്മളെല്ലാവരുടെയും സ്കൂൾ, കോളേജ്, എവിടെയാണെങ്കിലും ഈ പാട്ടിട്ട് കഴിഞ്ഞാൽ നമ്മളെല്ലാവർക്കും ആ ഒരു വൈബ് അങ്ങോട്ട് കിട്ടും. സോ ആ ഒരു വൈബ് കിട്ടാനായിട്ട്, ആ ഒരു സെലിബ്രേഷൻ വൈബ് കിട്ടാനായിട്ട് ഇതാ പാട്ട് വരുന്നുണ്ട്. പാട്ടിന് ശേഷം നമ്മൾ രണ്ടുപേരും ഇപ്പൊ തന്നെ തിരിച്ചു വരും കേട്ടോ. 89.6 FM സർഗക്ഷേത്ര. SK Hotspot. Yes, once again welcome back to SK Hotspot. കൂടെയുള്ളത് അന്നെയാണ്. എന്തായാലും ഇന്ന് SK Hotspotന്റെ സമയം ചെറുതായിട്ടൊന്ന് തീരാറായി. പക്ഷെ ഞാൻ സമയം പോയത് അറിഞ്ഞേയില്ല. കാരണം നിതിൻ കെ ശിവ. നിതിൻ, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ചാറ്റ് ആയിരുന്നു കേട്ടോ. കാരണം പാട്ടിന്റെ കൂടെയുള്ള ഒരു വഴി ആയതുകൊണ്ട് ഇങ്ങനെ സമയം പോയതേ അറിഞ്ഞേയില്ല ഞാൻ. ഞാനും ഒരുപാട് സന്തോഷം. കാരണം ഐ സ്പെൻഡ് സം ഗുഡ് ടൈം എനിക്ക് തോന്നുന്നു. ഞാൻ ഒരുപാട് സംസാരിക്കാൻ അങ്ങനെ ഇരിക്കാത്ത ഒരാളാണ്. പക്ഷെ സംസാരിക്കുന്ന ആൾക്കാരും നന്നായിട്ട് വരില്ലേ? നമുക്ക് കമ്മ്യൂണിക്കേഷൻ കുറച്ചുകൂടെ നന്നായിട്ട് വരില്ലേ? അപ്പൊ അതെനിക്ക് ഫീൽ ചെയ്തു. ഓ, താങ്ക് യു സോ മച്ച്. എന്തായാലും ഇനി നമുക്ക് അറിയാനുള്ളത് നമ്മുടെ സംസാരത്തിൽ കുറച്ച് മുൻപ് വന്നു പോയ രണ്ട് കാര്യങ്ങളാണ്. എങ്കിലും കുഴപ്പമില്ല. ഇനി അപ്കമിങ് പ്രൊജക്ട്സ് ഏതൊക്കെയാണ്, നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട പ്രൊജക്ട്സ് ഏതൊക്കെയാണ്? നെക്സ്റ്റ് വീക്കിൽ ഇറങ്ങുന്നതിനെ പറ്റി പറഞ്ഞു. എന്നാലും വെരി സൂൺ അതാണ്. പിന്നെ സിനിമയിൽ ഞാൻ
ഒരു പാർട്ടൊക്കെ ആയിട്ട് ഞാൻ 2-3 പടത്തിൽ പാടിയിട്ടുണ്ടായിരുന്നു. ആൻഡ് അതുപോലെ ക്രിക്കറ്റ് സോങ് എന്ന് പറഞ്ഞിട്ട് എക്സിറ്റ് എന്ന് പറഞ്ഞിട്ടൊരു പടം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ആ പടത്തില് അതും ഓസ്ലർ ഒക്കെ കഴിഞ്ഞിട്ടാണ് ഇറങ്ങിയത്. അങ്ങനെ ഒരു പാട്ട് പാടിയിരുന്നു. പിന്നെ അതിഭീകര കാമുകൻ എന്ന് പറഞ്ഞ പടത്തില് തെലുലു എന്ന് പറഞ്ഞ പാട്ടിന്റെ കോറസ് പോർഷൻസിലൊക്കെ ഞാൻ ഉണ്ടായിരുന്നു. ഓ ഓക്കെ. ശരിക്കും വളരെ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു പാട്ടായിരുന്നു അല്ലേ? നമ്മുടെ സർവമായ പാട്ടായി മാറിയ ഒരു പാട്ടാണ് അതിഭീകര കാമുകന്റെ പാട്ട്. അതെ അതെ. അപ്പോ ആ പാട്ടില് ഞാൻ ഉണ്ടായിരുന്നു. ഒരു ചെറിയ പോർഷൻ കിട്ടി. പിന്നെ അതുപോലെ ഗോവിന്ദന്റെ ഒരു പടം ഇറങ്ങാനുണ്ട്. അതിലൊരു പാട്ടുണ്ട്. അതും കോറസ് ആണ്. ആൻഡ് അതുപോലെ വെരി സൂൺ ഇപ്പൊ ഇറങ്ങാൻ പോകുന്നത് നിലാവയാണ്. നിലാവെ കഴിഞ്ഞിട്ട് ഇനി വരാൻ പോകുന്നത് ഇൻഡിപെൻഡന്റ് ആണ്. മഴ എപ്പോ വരും? മഴയുടെ കാര്യം ഞാൻ പറഞ്ഞത്. നിലാവെ കഴിഞ്ഞിട്ട് ഒബ്വിയസ്ലി അത് മഴയാവാനാണ് സാധ്യത. കൊള്ളാം. നൈസ് നൈസ്. എന്തായാലും കാലവർഷം ഇങ്ങനെ തകർത്ത് പെയ്തോണ്ടിരിക്കുന്ന സമയത്ത് മഴ കൂടി ഇങ്ങോട്ട് ഇറക്കി വിട്ടുണ്ടോ വേഗം? അതെ അതെ അതെ. എനിക്ക് തോന്നുന്നു ഞാനത് കമ്പോസ് ചെയ്തതും എനിക്ക് തോന്നുന്നു ജൂൺ ടൈമിലാണ്. ഞാൻ +2 എന്തോ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ ആ പാട്ട് കമ്പോസ് ചെയ്തത്. ഓക്കെ. അപ്പൊ എന്തായാലും നമുക്ക് മഴയെ വേഗം തന്നെ കേട്ടുമുട്ടണം എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഒരു ആവശ്യം. ഓക്കെ, ആവശ്യം പരിഗണിക്കണേ. ഉറപ്പായിട്ടും. ഓക്കെ. ആൻഡ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ എനിക്കൊരു കാര്യം ചോദിക്കാനുള്ളത്, റേഡിയോയുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു സ്പെഷ്യൽ മെമ്മറി എന്തെങ്കിലും ഉണ്ടോ? ലൈക്ക് ലൈഫിൽ റേഡിയോ എന്ന് പറയുമ്പോൾ ആദ്യം ഓർമ്മ വരുന്ന എന്തെങ്കിലും കാര്യങ്ങള്? റേഡിയോ എന്ന് പറയുമ്പോൾ ആദ്യം ഓർമ്മ വരുന്ന അമ്മയാണ്. കാരണം എനിക്കും ഇപ്പോഴത്തെ തലമുറയിൽ ഇത്രയും വൊക്കാബുലറി പാട്ടുകളോടുള്ള ആൾക്കാരുണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് വിരലെണ്ണാവുന്ന ആൾക്കാരൊക്കെ ചിലപ്പോൾ എന്റെ ഫ്രണ്ട് സർക്കിളിലൊക്കെ എനിക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റുള്ളൂ. എനിക്ക് പക്ഷെ അങ്ങനല്ല. എനിക്ക് പഴയ പാട്ടുകൾ മുതല് ഇന്നത്തെ പാട്ടുകളുടെ ഒരു വൈഡ് റേഞ്ച് ഓഫ് കളക്ഷൻസ് എനിക്ക് എന്റെ മെമ്മറിയിലുണ്ട്. കുറെ കാലം മുമ്പ് വരെ ഈവൻ വിത്ത് അതിന്റെ വരികൾ വരെ എനിക്ക് ബൈഹാർട്ടായിരുന്നു. പിന്നെ ഞാൻ ഗ്രോണപ്പ് ആയതിന്റെ കുറെ ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാവുമല്ലോ. അപ്പൊ അതിന്റെയൊക്കെ ഭാഗത്ത് വരികളൊന്നും അത്രയും ഓർമ്മയില്ല. പക്ഷെ പാട്ടുകളുടെ ട്യൂൺ എനിക്ക് വൺസ് എന്റെ തലയിൽ കയറി കഴിഞ്ഞാൽ ഇറങ്ങത്തില്ല. അത് പണ്ട് മുതലേ ഉള്ള പാട്ടുകൾ ഇപ്പോഴും എനിക്ക് അതുണ്ട്. അതെനിക്ക് പകർന്നു തന്നത് അമ്മയാണ്. അമ്മ ഇപ്പോഴും രാവിലെ ഉച്ചക്കൊക്കെ ഈ റേഡിയോ വെക്കും. അപ്പൊ കേൾക്കുന്ന പാട്ടുകളൊക്കെ നമ്മൾ ഇങ്ങനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കും. എന്തായാലും ഇന്നത്തെ നമ്മുടെ ഈ സംസാരവും അമ്മ കേൾക്കുന്നുണ്ടായിരിക്കും. അമ്മ ഭയങ്കര ഹാപ്പി ആയിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കേൾക്കട്ടെ, ഞാൻ പറയാം. ഓക്കെ. എന്തായാലും എനിക്കൊരു ചെറിയ ആഗ്രഹം കൂടി ഉണ്ട്. നമുക്കൊരു ഡ്യൂറ്റ് പാടിയല്ലോ ഇപ്പോ? ശരി. ആയിരം കണ്ണുമായി കാത്തിരുന്നു നിന്നെ ഞാൻ, എന്നിൽ നിന്നും പറന്നകന്നൊരു പൈങ്കിളി മലർത്തേൻ കിളി, പൈങ്കിളി മലർത്തേൻ കിളി. ഓ താങ്ക് യു. നന്നായിട്ട് പാടി. എന്തായാലും എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു നിതിന്റെ കൂടെ എന്തെങ്കിലും ഒരു പാടാൻ. ഇപ്പൊ ഇങ്ങനെ ഒരു അവസരം ഉള്ളത് നല്ലതല്ലേ? നമുക്കത് ഉപയോഗപ്പെടുത്താം. എന്തായാലും ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തൊരു ചാറ്റ് ആയിരുന്നു എന്ന് പറയണല്ലോ. സ്പെഷ്യലി ഞാൻ ചോദിച്ച പാട്ടുകളെല്ലാം ഒരു തടസ്സവും ഇല്ലാണ്ട് സ്പോട്ടിൽ ഭയങ്കര നേരത്തെ പറഞ്ഞ പോലെ റൺവേയിൽ പറയുന്ന പോലെ പാടുന്ന അവരുടെ ഒരു സ്പിരിറ്റ് ആണല്ലേ സാർ. ആ ഒരു വേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആൻഡ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സമയം പോയത് ഞാൻ അറിഞ്ഞില്ല. എനിക്ക് ഉറപ്പാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നവർക്കും സമയം പോയത് അറിഞ്ഞിട്ടുണ്ടാവില്ല. പക്ഷെ ഇപ്പൊ നല്ല പോലെ സമയം പോയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട്, കാരണം നമുക്ക് അടുത്ത പരിപാടി ഉണ്ടേ. അപ്പോൾ നമ്മുടെ SK ഹോട്ട്സ്പോട്ടിന്റെ സമയം തീരാറായത് മാത്രമാണ് എനിക്കിപ്പോൾ ഒരു വിഷമമുള്ളൊരു കാര്യം. എന്തായാലും നിതിന്റെ അടുത്ത സോങ്സ് ഒക്കെ ഇറങ്ങുമ്പോൾ നമുക്ക് തന്നെ വീണ്ടും സംസാരിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാവട്ടെ എന്ന് ഞാൻ അതിയായിട്ട് ആഗ്രഹിക്കുന്നു. ആൻഡ് ഇനിയുള്ള ഓരോ ആഗ്രഹങ്ങളും അല്ലെങ്കിൽ ഓരോരോ ഡ്രീംസ് എല്ലാം ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ നിറവേറട്ടെ എന്ന് കൂടി നമ്മൾ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. സോ താങ്ക് യു സോ മച്ച് ഫോർ ബീങ് വിത്ത് us. താങ്ക് യു സോ മച്ച് വൺസ് അഗൈൻ. നല്ലൊരു ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാൻ സാധിച്ചതിൽ താങ്ക് യു. ഓക്കെ. അപ്പൊ എന്തായാലും കേട്ടുകൊണ്ടേയിരിക്കും കലക്കൻ പരിപാടികളുമായിട്ട്. നമ്മൾ ഇനിയും വരുന്നുണ്ട്. സർഗക്ഷേത്ര 89.6 FM കാതോരം കരുതലായി, കാലത്തിനൊപ്പം 89.6 FM സർഗക്ഷേത്ര.